പതിനെട്ടാമത്തെ ഗാനം പാടിടാം സ്തോത്ര സംഗീതം പാവനാമന നിറവാൻ.
എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. ബറക്കമോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമായ കർത്താവേ, പകലത്തെ അധ്വാനങ്ങളിൽ നിന്ന് രാത്രിയുടെ വിശ്രമത്തിനും സ്വസ്ഥതയ്ക്കുമായി അടിയങ്ങൾ ഓടുന്ന ഒരുങ്ങുമ്പോൾ തിരുവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങളെ ഗ്രഹിക്കുവാൻ അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കത്തോടുകൂടി തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിച്ചതോർത്ത് അതിനെ മഹത്വപ്പെടുത്തും. തിരുവചന കേൾവിക്കായി അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അതനുസരിച്ച് ജീവിപ്പാനായി ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. തിരുവചനത്തിൻ്റെ സത്യം ഞങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന പ്രിയ അഭിഷിക്തനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മശക്തിയിൽ നാവുകളെ ബലപ്പെടുത്തി തിരുവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങളെ ഞങ്ങളോട് പ്രസ്താവിക്കുവാൻ ദൈവമേ അവിടുന്ന് ശക്തീകരിക്കണമേ, ഒരുക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടുത്തെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും അർപ്പിക്കുവാനായിട്ട് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകും. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടവും പാവവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും നിനക്കുള്ളതാകുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺവെൻഷൻ്റെ 5ാമത്തെ സന്ധ്യയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അനുഗ്രഹീതമായ ദൈവവചനം കേൾക്കുവാനും കുറേയൊക്കെ പ്രായോഗികമാക്കുവാനുള്ള ഭാഗ്യം, അവസരം നമുക്ക് ലഭിച്ചു. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഇടയാടിയച്ഛൻ മിക്കവാറും എല്ലാവർക്കും പരിചിതൻ ആയിരിക്കും ഞാൻ കരുതുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അച്ഛനു മുമ്പും നമ്മുടെ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. മലങ്കര സഭയുടെ മാനേജിംഗ് എഡിറ്ററായി അച്ഛൻ ദീർഘകാലം പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ മാസിക ഏറെ വരിക്കാരെ ചേർക്കുന്നതിനും കെട്ടും മട്ടും ഒക്കെ മാറ്റുന്നതിനുമൊക്കെ അച്ഛൻ്റെ നേതൃത്വം സഹായകമായി. കൊഴഞ്ചേരി വഞ്ചിത്ര പള്ളിയുടെ അംഗമാണ്. ഓമല്ലൂർ പള്ളിയുടെ വികാരിയായി അച്ഛൻ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമുള്ള അനേകം കൺവെൻഷൻ യോഗങ്ങളിൽ അച്ഛൻ വചനം പങ്കുവയ്ക്കുന്നു. വിദേശത്തായിരിക്കുന്ന അമേരിക്കയിലൊക്കെ അച്ഛൻ അടുത്ത നാളിൽ പോയിരുന്നത് അറിയുവാൻ കഴിഞ്ഞു. അച്ഛനെ വളരെ ലളിതമായ ഭാഷയിൽ സാധാരണ മനുഷ്യൻ്റെ തലയ്ക്ക് മുകളിൽ കൂടിയല്ല, തലയിൽ കൂടിയല്ല, ഹൃദയത്തിൽ കൂടി വചനം സന്നിവേശിപ്പിക്കാനുള്ള വലിയ കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ സന്ധ്യയിൽ അച്ഛൻ്റെ സാന്നിധ്യം നമുക്കേറെ അനുഗ്രഹകരമാണ്. വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട ഇടയാടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഏവരെയും വലിയ വൈദികരെയും മറ്റെല്ലാവരെയും സ്നേഹത്തോടെ, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യും.
മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ഇടവകയുടെ വികാരി ബെന്യച്ചി സ്വാഗതം ആശംസിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട CK കുര്യനച്ചൻ, ഞങ്ങളുടെ ഇളയ സഹോദരനായി പട്ടമേറ്റപ്പെട്ട് വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗുരുജനങ്ങളെ, ദൈവതിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. 2013 ആണ്ടിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവവചനത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ലഭിച്ച ഈ സമയം ദൈവം തമ്പുരാൻ എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ശബ്ദവും ലോകത്തിൻ്റെ ശബ്ദവും കേട്ട് തഴമ്പിച്ച നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറയ്ക്കുവാൻ ബലഹീനനായ ദാസനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുര്യനച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കൺവെൻഷനിൽ 3-ാം വട്ടമാണ് ഞാൻ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒന്ന് വിളിച്ചാൽ രണ്ടാമത് വിളിക്കുന്ന പതിവ് സ്വാഭാവികത ഇല്ല. 2 വിളിച്ചാൽ 3-ാമത് ഒട്ടുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഒന്നിപ്പഴിച്ചാൽ 3-ന് തീരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വിശുദ്ധ ദേവാലയം അനുഗ്രഹകരമായി പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇവിടെയായിരുന്നു കൺവെൻഷൻ. ഏറ്റവും മനോഹരമായി നിങ്ങൾ പ്രശംസയിൽ അഹങ്കരിക്കുകയില്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും നല്ല ഒരു ദേവാലയമായിട്ട് അത് കാണപ്പെടുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനുവേണ്ടി അധ്വാനിച്ച കരങ്ങൾ, അതിന് സംഭാവനയും പ്രോത്സാഹനവും സഹായവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ നൽകിയ അനേക ആയിരങ്ങൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രയത്നത്തിൻ്റെ വലിയ ഫലമാണ് ഈ വിശുദ്ധ ദേവാലയം. ഏറ്റവും അനുഗ്രഹകരവും മനോഹരവുമായി കാണപ്പെടുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം തമ്പുരാൻ ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് 30, 60, 100 മേനി ഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയ്ക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം, വിശുദ്ധ വേദ പുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമാണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്കറിയാവുന്ന സംഭവമാണ് അവിടെ ഉള്ളത്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നാം പാടിയ പാട്ടിൽ അബ്രഹാമിൻ്റെ ബലിയെ പരാമർശിച്ച് കടന്നു പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് മോചനത്തിന് വേണ്ടി പാപികളെ നിങ്ങൾ കടന്നു വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പം അബ്രഹാമിൻ്റെ ബലി നിരന്തരമായി നാം കേൾക്കുകയും പഠിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ആത്മീയ ആഹാരം നാം കരഗതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വേദഭാഗം പല ആവർത്തി വായിച്ച് പഠിച്ച് പഠിപ്പിച്ച ധാരാളം തലമുറകൾ നമുക്ക് മുമ്പും ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ചയുടെ ഒരു പ്രധാന ചിന്ത മൊറിയ ദേശത്തുള്ള മലയിലുള്ള ബലിയാണ്, ഇസഹാക്കിന്റെ ബലിയാണ്. പ്രൊമിയോൻ സദ്രാകളിലെല്ലാം അത് കൂടെ ആവർത്തിച്ച് യേശുക്രിസ്തുവിന്റെ ബലിയുടെ മുന്നോടിയായ ഒരു ബലിയായി അതിനെ ആക്കി തീർക്കുന്നുണ്ട്. അപ്പം ഈ ബലിയും അബ്രഹാമിന്റെ യാത്രയോ വിശ്വാസികളുടെ പിതാവെന്ന് നാം വിളിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തെയോ സംബന്ധിച്ചോ ഒന്നുമല്ല ഇന്നിവിടെ ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവശാസ്ത്രപരമായി ഇന്ന് വരെ നാം കേട്ടതും ചിന്തിച്ചതും പഠിച്ചതുമായ അർത്ഥതലങ്ങൾ ധാരാളമുണ്ട്. അത് വീണ്ടും
നാം ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥം കാണാത്തത് കൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളിലൂടെ മാത്രം കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബേർശബയിൽ സാറയോടൊപ്പം താമസിച്ചിരുന്ന സാറയോടും ഇസഹാക്കിനോടും ഒരു 3-4 മാസം മുമ്പ് ഇസ്മായിലിനോടും ഹാഗാറിനോടൊപ്പം താമസിച്ചിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു വലിയ യാത്രയുടെ ആരംഭമായിട്ടാണ് 22-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം കാണുക. യഹോവയായ ദൈവം അവനെ വിളിച്ച്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് ബലി നൽകണമെന്നുള്ള വാക്യത്തിൽ തുടങ്ങി അത് അവസാനിക്കുന്നത് 22-ാം അധ്യായം അവസാനിക്കുമ്പോൾ ആ പരീക്ഷണത്തിന്റെ വിജയകരമായ ഒരു പര്യവസാനം നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടുന്നത് ഇതൊന്നുമല്ല. അബ്രഹാമിന്റെ യാത്ര എവിടെ നിന്ന് എവിടേക്ക്, അവന്റെ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു, ഇത് മാത്രമാണ്. അബ്രഹാമിന്റെ യാത്ര ഇവിടെ എഴുതപ്പെട്ടതുപോലെ ബേർശബയിൽ നിന്ന്, സ്വഭവനത്തിൽ നിന്ന് എവിടേക്ക് പോയി എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ബേർശബയിൽ നിന്ന് 50 മൈൽ ദൂരമുള്ള മോറിയ ദേശത്തേക്കുള്ള ഒരു യാത്രയാണ്. വേദപുസ്തകം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാം മൊത്തം 13 യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 11ാമത്തെ യാത്രയാണ് ബേർശബയിൽ നിന്ന് മോറിയ ദേശത്തേക്കുള്ള യാത്ര. തേറഹിന്റെ ഭവനത്തിൽ നിന്ന് യഹോവയായ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കുന്നത് മുതൽ അവന്റെ യാത്ര ആരംഭിക്കുകയാണ്. യാത്രയിലെ പ്രതിസന്ധിയും സന്തോഷങ്ങളും അവൻ ആർജിച്ചതും ഉപേക്ഷിച്ചതുമായ കാര്യങ്ങളെ സവിസ്തരം ഇവിടെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ യാത്രയുടെ പ്രത്യേകത ഇവൻ എന്തിനു പോകുന്നു എന്നുള്ള ഒരു ചോദ്യത്തിലാണ്. അബ്രഹാം ബേർശബയിൽ നിന്നും ഇറങ്ങി മോറിയ ദേശത്തേക്ക് പോകുമ്പോൾ യഹോവയായ ദൈവം അവനോട് കൽപ്പിച്ച ഒരു കർമ്മം നിർവഹിക്കുവാനാണ്. കർമ്മം എന്നുള്ളത് ഏകപുത്രനെ ബലി കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു വാക്കിൽ ബലി കഴിക്കുന്ന സ്ഥലം വിശുദ്ധ ദേവാലയം എന്ന ബലിപീഠം സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ദേവാലയത്തിലാണ്. അബ്രഹാം ഭവനത്തിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് നാം കണ്ടെത്തേണ്ടുന്നത് ഒന്നാമത്തെ ഉത്തരം, അവൻ ബലി കഴിക്കുവാനായി പോകുന്നു. ബലി കഴിക്കുന്ന സ്ഥലം ബലിപീഠമാണ്. ബലിപീഠമുള്ള സ്ഥലം വിശുദ്ധ ദൈവാലയമാണ്. അപ്പോൾ അബ്രഹാമിന്റെ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത അവൻ ഭവനത്തിൽ നിന്ന് വിശുദ്ധ ദേവാലയത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ്. സ്വഭവനത്തിൽ നിന്ന് ആരാധിപ്പാൻ, ബലി കഴിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അവനോട് ചോദിക്കുവാൻ, അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ അവൻ എഴുന്നേറ്റ് യാത്ര ആകുകയാണ്. യാത്രയുടെ രണ്ടാമത്തെ പ്രത്യേകത അവൻ എവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളത് നാം വായിക്കുമ്പോൾ ബേർശബയിലെ സ്വഭവനത്തിൽ നിന്ന് പറയുമ്പോൾ ആ യാത്രയുടെ ആരംഭം മുതൽ, അതല്ലെങ്കിൽ 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുന്ന നിമിഷം മുതൽ അവന്റെ മനസ്സിന്റെ, അവന്റെ ജീവിതത്തിന്റെ, അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളിലേക്ക് നാം കടന്നു ചെല്ലണം. എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് സങ്കടപ്പെടുന്ന സ്ത്രീജനങ്ങളുണ്ട്. വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകുമ്പോൾ, നഷ്ടപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, പുരുഷന്മാരോ ഭർത്താക്കന്മാരോ പിതാക്കന്മാരോ ആയിട്ടുള്ളവർക്ക് പൊട്ടിക്കരയുവാൻ പോലും കഴിയാതെ ഉള്ള സങ്കടങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരോടും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാത്തിൻ്റെയും നേതൃത്വം വഹിച്ചു പോകേണ്ടുന്ന കടമയും കർമ്മവും ഒക്കെ നാം ചെയ്തിട്ടുള്ളവരാണ്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആരും കാണാതെ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറുമായിരുന്നു. പക്ഷേ കരയുന്നത് പുരുഷ ലക്ഷണം അല്ലല്ലോ. അങ്ങനെ കരുതുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. പക്ഷെ അങ്ങനെയല്ല. വല്ലപ്പോഴും കരയുന്നത് പുരുഷത്വം കുറവൊന്നും പറ്റുകയില്ല എന്ന് ഈ അടുത്ത സമയത്ത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് കാണിച്ചു തന്നു. കുഞ്ഞുങ്ങളുടെ മരണത്തിൽ കരയുന്ന ഒരു ചിത്രം നാം എല്ലാം കണ്ടു. ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അമേരിക്കയിലെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയല്ലേ പലസ്തീനിലെ കുഞ്ഞുങ്ങളും, ഇറാഖിലെ കുഞ്ഞുങ്ങളും, അഫ്ഗാനിസ്ഥാനിലെ കുഞ്ഞുങ്ങളും, ദക്ഷിണാഫ്രിക്കയിലെ കുഞ്ഞുങ്ങളും. അവിടെ സ്വന്തം കുഞ്ഞുങ്ങൾ കരഞ്ഞപ്പോൾ, മരിച്ചു വീണപ്പോൾ, വെടിയേറ്റ് മരിച്ചു വീണപ്പോൾ കരഞ്ഞ ആ മനുഷ്യൻ പലസ്തീനിലെയോ ഇറാഖിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഒന്നൊഴിയാതെ ബോംബിനിരയായി ലോകത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ കരയുന്നില്ല. അവിടെ അദ്ദേഹം പൗരുഷം കാണിച്ചു. സ്വന്തം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ദുഃഖിക്കാറുള്ളത്. അപ്പൊ കരയുക. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ കരച്ചില് തിങ്ങി വിങ്ങി അവന്റെ ഉള്ളിലാണ്. കരയാനായിട്ട് കഴിയുന്നില്ല. ഇഷ്ടപ്പെട്ട ഒരു പുത്രനെ ജീവിതത്തിലേക്ക് ലഭിച്ചപ്പോൾ തിരികെ ചോദിക്കുകയാണ്,
അത് നിഷേധിക്കാം, എനിക്ക് തരാൻ മനസ്സില്ല എന്ന് പറയാം. പക്ഷെ അവന്റെ സ്വഭാവം അങ്ങനെ അല്ലാത്തത് കൊണ്ട് അത് പറയുവാനായിട്ട് അവന് കഴിയുന്നില്ല. ഈ സങ്കടത്തിന്റെ ആദിക്ക് നാം കാണണമെങ്കിൽ 21-ാം അധ്യായത്തിന്റെ അനുഭവങ്ങളിലേക്ക് നാം കടന്നു ചെല്ലണം. ഇസ്ഹാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ സാറ കണ്ടു ഇസ്മയിൽ, ഹാഗാർ ജനിച്ച ഇസ്മയിൽ ഒരു ബാലിശക്കാരനായി, ഒരു കുസൃതിയായി, തന്റെ മകനെ ഉപദ്രവിക്കുന്നവനായി കണ്ടുവരുന്നത് അവൻ കാണുകയാണ്. ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ദേ നോക്കിക്കേ, ഇനി അവന് ഈ ഭവനത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ആര്? ഇസ്മായേൽ ഈ ഭവനത്തിൽ ഉണ്ടാക്കുവാൻ പാടില്ല. അവനെയും അവന്റെ അമ്മയെയും ഇന്ന് തന്നെ ഈ ഭവനത്തിൽ നിന്ന് ദൂരെയാക്കണം. ഒരു ദിവസം ഈ സാറ തന്നെയാണ് അബ്രഹാമിനോട് പറഞ്ഞത്, ഇനിയും പുത്രനെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു. ഇതാ എന്റെ ദാസി സുന്ദരിയാണ്, മിസ്രയീംകാരിയാണ്, നീ അവളുടെ കൂടെ ശയിക്കുക, അവളെ വെപ്പാട്ടിയോ ഭാര്യയോ ആക്കുക, അവളിൽ ഒരു കുഞ്ഞിനെ താലോലിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ. അങ്ങനെ അവൾ പറഞ്ഞത് അനുവർത്തിച്ച നിമിത്തമാണ് ഇസ്മയേൽ ജനിക്കുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൾ തന്നെ പറഞ്ഞു, ഈ ഇസ്മയേലിനെ അവന്റെ അമ്മയോടുകൂടി ഇവിടെ നിന്ന് ഒഴിവാക്കുക. വേദപുസ്തകത്തിലെ സങ്കടങ്ങളുടെ ആകെ കഥകളെടുത്താൽ ഹൃദയാവർജകമായി നാം കാണപ്പെടേണ്ടുന്നതാണ് ഹാഗാറിന്റെ മരുഭൂമിയിലെ നിലവിളി. പ്രസവിച്ച വെറ്റുവീണ കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോയ കുഞ്ഞിനെ കുറുങ്കാടിന്റെ തണലിൽ ഉപേക്ഷിച്ച് മരണം കാണണ്ട എന്ന് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയം ഏത് മനുഷ്യനെയും കരയിപ്പിക്കുന്ന ഒന്നാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, അബ്രഹാമിനത് ഹൃദയഭേദകമായി തോന്നി, സങ്കടകരമായി തോന്നി. യഹോവ അവിടെ ഇടപെടുന്നുണ്ട്. അബ്രഹാമേ, ഇസ്മായേൽ നിമിത്തമോ ഇസഹാക്ക് നിമിത്തമോ സാറ നിമിത്തമോ നീ പ്രയാസപ്പെടേണ്ട, അവനെയും ഞാൻ വലിയ ഒരു ജാതിയാക്കും. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ അതിന്റെ ആദ്യം മുതൽ ഇങ്ങനെ തുടരുകയാണ്. ഇറങ്ങി പുറപ്പെട്ടത് മുതൽ ലോത്ത് നിമിത്തമുള്ള സംഘർഷങ്ങളൊക്കെ നമുക്കറിയാം. രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് ദോതാനിൽ ചെന്നപ്പോഴും മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെ സ്വന്തം ഭാര്യ സഹോദരിയാണെന്ന് പറഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയും നാം കാണുന്നുണ്ട്. ബേർശബയിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് അബ്രഹാമിന്റെ യാത്ര ആരംഭിക്കുമ്പോൾ കണ്ണുനീരിന്റെയും സങ്കടത്തിന്റെയും ശബ്ദമില്ലാത്ത നിലവിളിയുടെയും ഒരു യാത്രയാണ്. ഹൃദയത്തിൽ അടക്കി പിടിച്ച വിങ്ങലുമായിട്ട് ഓരോ കാലം മുൻപോട്ട് വെക്കുമ്പോഴും അവന്റെ ഹൃദയത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുകയാണ്, സങ്കടപ്പെടുകയാണ്. ഒരർത്ഥത്തിൽ കർത്താവ് ഗോൽഗോഥായിലേക്ക് നടന്നുപോയ ജീവിത ചിത്രത്തെ നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് കഴിയും. ഏക മകനെ ബലികഴിക്കുകയാണ്. സാറ ചോദിച്ചു, അബ്രഹാം യജമാനെ, നീ ഇത്ര രാവിലെ എവിടെ പോവുകയാണ്? അത് ബലി കഴിക്കുവാനാണ്. ബലി കഴിക്കുവാൻ ഇത്രയും കോപ്പ് കൂട്ടി നീ ഇന്ന് വരെ പോയിട്ടില്ല, ഇത്രയും ദൂരം പോയിട്ടില്ല. അത് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട്, മോറിയ ദേശത്ത് വേണം. മറുപടി അങ്ങനെയൊക്കെ ആകാം. അങ്ങനെയുള്ള വഴിച്ചോറും പൊതിച്ചോറും എല്ലാം എടുത്ത് സാറ അവനെ ഒരുക്കി വീട്ടിൽ നിന്ന് ഇറക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇസഹാക്ക് എവിടെയെന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് നൽകുന്നത്? ആ ഉത്തരവില്ലാത്ത ഉത്തരത്തിന് വേണ്ടി അവന്റെ ഹൃദയം പിടയുകയാണ്. അപ്പോൾ ഈ യാത്ര ഒരു കണ്ണുനീരിന്റെ, ഒരു സങ്കടത്തിന്റെ യാത്രയാണ്. വിശുദ്ധ ദേവാലയത്തിലേക്കുള്ള യാത്രയാണ് അബ്രഹാമിന്റെ ഒന്നാമത്തെ യാത്ര എന്ന് ഞാൻ പറഞ്ഞു. ഇത് കണ്ണുനീരിന്റെയും, ഇത് സങ്കടത്തിന്റെയും, ഇത് തകർച്ചയുടെയും, ഇത് ദുഃഖത്തിന്റെയും ഒക്കെ യാത്രയാണ്. മൂന്നാമത്, ഈ യാത്രയുടെ പര്യവസാനം നമുക്കറിയാം. വിശുദ്ധ ദേവാലയത്തിലേക്ക് അവൻ കണ്ണീരോടെ സങ്കടത്തോടെ പോയെങ്കിൽ തിരിച്ചവൻ മടങ്ങി വരുന്നത് ആർപ്പോടെയാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സങ്കടത്തോടുകൂടി ദേവാലയത്തിലേക്ക് ചെന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചത് അനുവർത്തിക്കുമ്പോൾ മടക്കയാത്ര ഓരോ നിമിഷവും ഇതിന് വിപരീതമാണ്. സന്തോഷമാണ്, തുള്ളിച്ചാടുകയാണ്, ആഹ്ലാദിക്കുകയാണ്, ദൈവത്തിന് നിരന്തരം സ്തോത്രം പറയുകയാണ്. ഭവനത്തിൽ എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള ഒരു കുതിപ്പാണ് അവന്റെ ഓരോ ചുവടുകളിലും ഉള്ളത്. ഒന്ന് ഓർക്കുക, ദൈവാലയത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇനിയും പ്രസക്തമാണ്. യാത്രയുടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിൽ യാത്രയുടെ ചില പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നതുണ്ട്. എന്തൊക്കെയാണ് ഈ യാത്രയുടെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത ഇവിടെ നാം വായിക്കുന്നുണ്ട്. 22-ാം അധ്യായം 3-ാം വാക്യം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. അബ്രഹാമിന്റെ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു എന്നുള്ളതാണ്.
3 ദിവസം നീണ്ടു നിൽക്കുന്ന 50 മൈൽ യാത്രയ്ക്ക് അവൻ അതിരാവിലെ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. 21-ാം അധ്യായത്തിൽ അവൻ അതിരാവിലെ എഴുന്നേൽക്കുന്നത് കാണുന്നുണ്ട്. അവന്റെ ഭാര്യ വെപ്പാട്ടിയായ ബേർശബയെയും ഇസ്മയേലിനെയും അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും വെള്ളവുമായി അവൻ ഭവനത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുവാൻ. ഇവിടെ അവൻ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുവാൻ വേണ്ടി പോകുകയാണ്. എന്തിനാണ് അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റത്? ന്യായമായിട്ട് അതിനുള്ള ഉത്തരം 3 ദിവസത്തെ വഴിയാത്രയ്ക്ക് നന്നേ പുലർച്ചെ എഴുന്നേറ്റ് യാത്ര ചെയ്താൽ വെയിലിന്റെ കാഠിന്യം ഒട്ടധികം കുറഞ്ഞു കിട്ടും എന്നുള്ള ഒരു ഉത്തരം നമുക്കുണ്ട്. പക്ഷെ ഇവിടെ വേദപുസ്തകപരമായ ചില ചിന്തകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ അതികാലത്തെ അവനെ അന്വേഷിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാര് അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാര് പാടിയിട്ടുള്ള പാട്ടുണ്ട്. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ. അതിരാവിലെ എഴുന്നേറ്റത് ദൈവത്തെ വിളിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് നമുക്ക്. അപ്പൊ രാവിലെ എഴുന്നേൽക്കണമെന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. രാവിലെ എന്തിനെഴുന്നേൽക്കണം? ഈ അടുത്ത സമയത്ത് ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരു പിതാവ് പറയുകയുണ്ടായി, എന്റെ സുഹൃത്തായ 3 സഹോദരങ്ങളെ അതിരാവിലെ 3:30 എഴുന്നേറ്റ് അവരെ എഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം. ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞു, 3 മണി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാരണമാണ് പറഞ്ഞത്, നീണ്ട വർഷങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉറക്കളച്ച് 3:30 മുതലുള്ള സമയം അവരെ എഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ച് ഇരുന്നതിനാൽ ഉറങ്ങാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല. അപ്പൊ അതിരാവിലെ എഴുന്നേൽപ്പിക്കുന്നത് പ്രാർത്ഥിക്കുവാനാണോ, ദൈവാലയത്തിൽ പോകുവാനാണോ, പഠിക്കുവാനാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിലുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതി ബ്രഹ്മാവിനെ അന്വേഷിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കറിയുകയും ചെയ്യാം. അതിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനം അവർ പറയുന്നത്, ബ്രഹ്മമുഹൂർത്തം മനുഷ്യന്റെ ഊർജം അതിന്റെ ഏറ്റവും ശക്തിമത്തായ നിലയിൽ കാണപ്പെടുന്ന സമയം എന്നുള്ളതാണ്. ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ സമയം അവന്റെ ബുദ്ധിയും അവന്റെ ശക്തിയും അവന്റെ ഊർജവും അതതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. നന്നായി തെളിഞ്ഞ മനസ്സോടുകൂടി തെളിഞ്ഞ വെള്ളം പോലെ അവന്റെ ഹൃദയം ശുദ്ധമായിരിക്കും. അവന്റെ മനസ്സ് ഓളങ്ങളില്ലാത്ത പുഴ പോലെ, തിരമാലകളില്ലാത്ത നദി, കടൽ പോലെ ശാന്തമായിരിക്കും. അവിടെ അവന് ചിന്തിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒക്കെ കഴിയും എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. അബ്രഹാം മാത്രമാണോ ഈ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചത് എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിലെ മറ്റു ചില സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ യാക്കോബിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 16-ാം വാക്യത്തിൽ അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു എന്നും 18-ാം വാക്യത്തിൽ യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു എന്നുമാണ്. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നാട്ടി എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന, ബലി നടത്തുന്ന ഒരു അനുഭവത്തെ അവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ കാണുന്നു. തലേനാളത്തെ ഉറക്കത്തിൽ, തലേ ദിവസത്തെ ഉറക്കത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി അവൻ കണ്ട് അതിലൂടെ യഹോവയുടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് മനസ്സിലാക്കുകയാണ്. കിടന്നിരുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവിടെ നിന്നും എഴുന്നേറ്റ് അതിനെ ശുദ്ധീകരിക്കുകയാണ്. ദൈവമുള്ള സ്ഥലമാണ് ദൈവാലയം. അതുകൊണ്ടാണ് ദൈവാലയം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ തേടിക്കൊണ്ട് നാം കടന്നു വരിക. പലപ്പോഴും നാം പറയാറുണ്ട്, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്ന ഒരു വാക്യം എടുത്തുകൊണ്ട് അത്യുന്നതന് ഈ വാസസ്ഥലമൊന്നും വേണ്ട, ഏതെങ്കിലും ഹാളുകളോ വീടുകളോ ഒക്കെ മതി എന്നുള്ളത്. അത് നിരസിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. പക്ഷേ യഹോവയുടെ തേജസ്സും യഹോവ മനുഷ്യനെ മുഖാമുഖമായി കാണുന്നതും യഹോവ അവരോട് സംസാരിക്കുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലവും ദൈവാലയം തന്നെ ആയിരുന്നു പഴയ നിയമത്തിൽ. അവിടെ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ അല്പം അവന്റെ വായിൽ നിന്ന് വീണുപോയി, ഈ അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലല്ലോ, പക്ഷേ നീ ഇവിടെ വസിക്കുന്നു. അതിന്റെ കൂടെ അവൻ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമെന്നും ദൈവത്തിന്റെ മുമ്പാകെ കൈകളെ മലർത്തുമ്പോൾ
കാണുമ്പോൾ ആ പ്രാർത്ഥനകളെ അവിടുന്ന് സ്വീകരിക്കണമെന്നും 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ മറന്നു കളഞ്ഞ് അത്യുന്നതൻ കൈപ്പിടിയായതിൽ വസിക്കുന്നില്ല എന്ന ഒറ്റ വാക്യം എടുക്കുന്നവർക്കോ നമുക്ക് മറുപടി പറയുവാൻ ഇതിൽ കൂടുതലില്ല. അത്യുന്നതൻ വസിക്കുന്നു എന്നുള്ളത് അത്യുന്നതനെ വസിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മനുഷ്യൻ നിർമ്മിക്കുന്ന ഈ കൂടാരങ്ങളിലോ മാനുഷികമായ കൂടാരങ്ങളിലോ അവൻ ഒതുങ്ങുമോ? ഒതുങ്ങുകയില്ല. അപേക്ഷികമായി നാം ചിന്തിക്കുകയാണ്, അവൻ ഇവിടെ ഉണ്ട്. അവനെ വിശുദ്ധീകരിച്ച ഒരു സ്ഥലത്തേക്ക്, വിശുദ്ധമായ ഒരു അനുഭവത്തിലേക്ക് അവനുണ്ടാകും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ പ്രത്യാശയാണ്. വിശുദ്ധീകരിച്ച് തീർച്ചയായും വിശുദ്ധനുണ്ടാകും. യഹോവയായ ദൈവത്തിന് ആ പാപം ചെയ്ത ആദ്യ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അവനത് കഴിയുന്നില്ല. ആദമേ, നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുന്നത് എന്താണ്? നാണം കൊണ്ടാണ്. നാണം വന്നത് പാപം നിമിത്തമാണ്. അപ്പൊ പാപം ചെയ്ത മനുഷ്യന്റെ ജീവിതത്തിലേക്കോ അവസ്ഥകളിലേക്കോ സമീപത്തേക്കോ കടന്നു വരുവാൻ യഹോവയായ ദൈവത്തിന് കഴിയുന്നില്ല എന്നുള്ളത് പഴയ നിയമത്തിലെ പ്രഖ്യാപിതമായ ഒരു സത്യമാണ്. അതുകൊണ്ട് അവൻ മോശ മുഖാന്തരം, ദീർഘദർശിമാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ മുമ്പാകെ മനുഷ്യനായി കാണപ്പെട്ടപ്പോൾ നാം ഓർക്കുക, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുകൊണ്ടാണ് മാനുഷികമായ ജീവിതത്തിന്റെ സഞ്ചാരപഥങ്ങളിലേക്ക്, ഉയർച്ച താഴ്ചകളിലേക്ക്, അനുഭവത്തിന്റെ എല്ലാ തലങ്ങളിലേക്കുമൊക്കെ അവനും കടന്നു ചെല്ലുവാനായിട്ട് കഴിഞ്ഞത്. അധികാലത്തെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുന്ന യാക്കോബിന്റെ അനുഭവം നാം കാണുന്നു. ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം 20 വാക്യം. ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം 20 വാക്യം. ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവൻ അധികാലത്തെ എഴുന്നേറ്റ് നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് അവർ രാജത്വത്തിന് വിശുദ്ധമന്ദിരത്തിന് യുഗതായ്ക്കും വേണ്ടി 7 കാളയെയും 7 ആട്ടുകൊറ്റിനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റിനെയും കൊണ്ടുവന്നു. ബലികഴിക്കുവാൻ വേണ്ടി അതിരാവിലെ നഗരാധിപതികളോടുകൂടി ഇസ്രയേലിന്റെ രാജാവ് കടന്നു ചെല്ലുന്ന അനുഭവമാണ് അവിടെ കാണുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 5 വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായം 5 വാക്യം. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. നന്നാ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇയ്യോബിന്റെ ചിത്രമാണ് അവിടെ നാം കാണുന്നത്. 57 സങ്കീർത്തനം 8 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിരാവിലെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അതികാലത്തെ ഉണരും, എന്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും എന്നുള്ളത്. വീണ്ടും നാം വായിക്കുന്നുണ്ട് 1 ശമൂവേൽ 1 പുസ്തകം 1 അധ്യായം 19 വാക്യം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 19 വാക്യം. ഹന്നായെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഹന്നായുടെയും എൽക്കാനയുടെയും ജീവിതത്തെ സംബന്ധിച്ച് അവിടെ ഓർമ്മിപ്പിക്കുന്നു. 1 അധ്യായം 19 വാക്യം. അനന്തരം അവർ അതികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഈ ഹന്ന ആരാണെന്നും അതിരാവിലെ എഴുന്നേൽക്കുവാനുള്ള കാരണം എന്തെന്നും 1 അധ്യായത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന് യെരൂശലേം ദേവാലയത്തിലെ ഉത്സവത്തിന് ഭർത്താവിനോടുകൂടി വരുന്നവനാണ്. ഈ കന്യക്ക് ഒരു സപത്നിയുണ്ട്. ഭർത്താവിന് 2 ഭാര്യമാര്. ഒരാളുടെ പേര് പെനിന്ന എന്നും മറ്റൊരാളുടെ പേര് ഹന്ന എന്നും. പെനിന്നായിക്ക് മക്കളുണ്ട്, ഹന്നായിക്ക് മക്കളില്ല. ഒരുത്തിക്ക് മക്കൾ ഉണ്ടെങ്കിൽ മറ്റവൾക്ക് മക്കളില്ലെങ്കിലുള്ള കുടുംബത്തിന്റെ അവസ്ഥ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. പരിഹസിക്കപ്പെടുകയും ശാപമുതിർക്കുകയും എപ്പോഴും നിന്ദിത കഥാപാത്രമായി തീരുകയും ചെയ്യുകയാണ് ഹന്ന. ദൈവത്തോട് അവൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ പോസിറ്റീവായിട്ട് എൽക്കാനയെ പറ്റി പറയുന്നുണ്ട്. എൽക്കാന ഹന്നയെ എപ്പോഴും ആശ്വസിപ്പിക്കുകയും അവളോട് സ്നേഹമായി പെരുമാറുകയും ചെയ്തിരുന്നു. ഭാര്യയ്ക്ക് കുറവുണ്ടെങ്കിൽ 2 ഭാര്യമാരോ 3 ഉണ്ടെങ്കിൽ, അതൊന്നും നമുക്കില്ലാത്തത് ഭാഗ്യം, ഉണ്ടെങ്കിൽ അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എപ്പോഴും മനസ്സ് തകർത്ത് കളയുന്ന മാനുഷികമായ പ്രവണതകളെ ഒരു വീണ്ടുവിചാരത്തിലേക്ക് നാം സമർപ്പിക്കണം. അവൻ അവളുടെ കുറവുകളെ മനസ്സിലാക്കി അവൻ അവളെ എപ്പോഴും സ്നേഹിച്ചും അവളെ ആശ്വസിപ്പിച്ചും പോന്നു. ഒരു പെരുന്നാളിന് അവൻ യെരൂശലേമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പെരുന്നാൾ
വരുമ്പോൾ ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചു. അവളുടെ ചുണ്ടനങ്ങുന്നുണ്ട്, വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല. ഇവിടെ ഒരു വല്യച്ഛൻ ഇരിപ്പുണ്ട്, ഏലി പുരോഹിതൻ. പുരോഹിതൻ ഇത് കാണുന്നുണ്ട്. അവളോട് പറഞ്ഞു, നിന്റെ വീഞ്ഞ് ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? കാലത്ത് സ്ത്രീകളും ഒരുപക്ഷെ മദ്യപിക്കുമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുകയില്ലല്ലോ. നിന്റെ വീഞ്ഞ് ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? നീ പള്ളിയിൽ വന്ന് ദേവാലയത്തിൽ വന്ന് പുറപ്പെടുക്കുകയാണോ? അതിന് മറുപടി അവൾ പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, മനസ്സു നിറയെ വേദനകളും സങ്കടങ്ങളുമുള്ള മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ എന്റെ സങ്കടം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയായിരുന്നു. നോക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ സങ്കടങ്ങൾ പകരുമ്പോൾ വാക്കുകളില്ല, അല്ലെ? വാക്കുകളില്ല, അവിടെ കണ്ണുനീരുകൾ മാത്രമേ ഉള്ളൂ. ഹൃദയം പകരുകയാണ്. ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നതും നിർനിമേഷമായ ഒരു നോട്ടമയക്കുന്നതും ഒന്നും മിണ്ടാതെ കണ്ണടയ്ക്കുന്നതും ഒന്ന് കുമ്പിടുന്നതും എല്ലാം പ്രാർത്ഥനയാണെന്ന പിതാക്കന്മാരുടെ പഠിപ്പിക്കലിന്റെ ഒരു വലിയ തെളിവാണ്. അവളുടെ വാക്കുകൾ അനങ്ങുന്നില്ല, അവൾ ഒച്ചയ്ക്ക് ശബ്ദിക്കുന്നില്ല, ഹല്ലേലൂയാകളോടോ പ്രാസ്തോത്രങ്ങളാലോ അവിടെ മുഖരിതമാക്കുന്നില്ല. അയ്യോ യജമാനനെ, എന്റെ ഹൃദയം ദൈവസന്നദ്ധയിൽ പകരുകയാണ്. മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. കേട്ട് കഴിഞ്ഞ മാത്രമേ ഈ പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചു. നിന്റെ ആഗ്രഹം നടക്കട്ടെ, യഹോവ നിനക്ക് അതിന് സമ്മാനം നൽകട്ടെ. ആ അഭ്യർത്ഥനയ്ക്ക്, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നാം ഇവിടെ വായിച്ച ഭാഗം നടക്കുന്നത്, അതിരാവിലെ അവർ എഴുന്നേറ്റു. അതിരാവിലെ എഴുന്നേറ്റ് യഹോവയ്ക്കുള്ള ബലികളെയും പ്രാർത്ഥനകളെയും തികച്ചു അവർ രാമയിലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ ഒരു വാക്യം കൂടെ അവിടെ പറയുന്നുണ്ട്, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. എത്ര ദേവാലയത്തിൽ പോയാലും, എത്ര വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചാലും, കർത്താവിന്റെ പാദങ്ങളെ സ്പർശിക്കുന്ന യെരൂശലേമിലേക്ക് പോയാലും തിരിച്ചു വരുമ്പോൾ മുഖം വാടാതെ നിൽക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുന്നുണ്ടോ? ദേവാലയത്തിൽ വിശുദ്ധ ആരാധനയിലേക്ക് കടന്നു വന്നിട്ട് അവന്റെ ശരീരരക്തങ്ങളെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ഉൾക്കൊണ്ട് തിരിച്ചു ഭവനത്തിൽ എത്തുന്ന നിമിഷം വരെയെങ്കിലും മുഖം വാടാതെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പിന്നെ അവളുടെ മുഖം വാടിയെന്നുമില്ല. അപ്പം ദൈവാലയത്തിലേക്ക് യാത്രയാകുന്ന അബ്രഹാമിന്റെ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത അവൻ അതിരാവിലെ എഴുന്നേറ്റു എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. നന്നാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഇല്ലെങ്കിലും പുസ്തകത്തിലുള്ള പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് അവനെ അന്വേഷിക്കുന്നവന് അവന്റെ കൃപ ലഭിക്കും. നന്നാ രാവിലെ ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവത്തിന്റെ കൃപ ലഭിക്കും. അവനെ വിളിക്കുക, അവൻ കേൾക്കണമെങ്കിൽ നന്നാ രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതൊരു ഒരുക്കമാണ്. ആ ഒരുക്കം അനിവാര്യമാണ്. നമുക്കിപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ, നേരം പരപരാ വെളുക്കുന്ന സമയത്ത് ഈ റോഡിലേക്ക് നോക്കിയാൽ ഒരു 6-6:30 മണി സമയത്ത് പോകുന്നവരെ നാം കാണുന്നുണ്ട്. 9-നും 9:30-ക്കും പോകുന്നവരും 10-നും 10:30-ക്കും പോകുന്നവരെയും കാണുന്നുണ്ട്. ഇവരെ വേർതിരിച്ച് നോക്കിയാൽ ആരാണ് ഏതാണ് എന്ന് വളരെ വ്യക്തമാണ്. നന്നാ രാവിലെ ഒരു കൊന്തയൊക്കെ തൂക്കി തലയിലൊരു തുണിയൊക്കെ ഇട്ട് വളരെ ധൃതിയിൽ നടന്നു പോകുന്ന അപ്പച്ചന്മാർ അമ്മച്ചിമാരെയൊക്കെ ഉണ്ടെങ്കിൽ അത് കത്തോലിക്ക സഹോദരങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. രാവിലെയുള്ള കുർബാനയ്ക്ക് പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. അച്ചോ, ഞങ്ങൾ ഇവിടെ അങ്ങനെയൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ അങ്ങനെ അല്ലാതെ ആയിരിക്കട്ടെ. വീണ്ടും പോകുന്നത് മറ്റ് സമുദായമാണ്. വീണ്ടും ആശീർവാദം പറയുന്ന സമയത്തേക്ക് കടന്നു വന്ന് ഭൂമുഖ വാദത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് മടങ്ങി പോകുവാൻ കടന്നു വരുന്ന ഒരു വലിയ വിശ്വാസി സമൂഹമായി നാം ഇന്ന് ആയിത്തീർന്നിരിക്കുകയാണ്. അതുപോട്ടെ, അത് പിന്നീട് പറയുവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിലെ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത അവൻ അതിരാവിലെ എഴുന്നേറ്റു എന്നുള്ളത്. രണ്ടാമത് വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, ആ യാത്രയുടെ പ്രത്യേകത ഇരുവരും ഒന്നിച്ച് നടന്നു. രണ്ടുപേരും ഒന്നിച്ച് നടന്നു. 8-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും പറയുന്നു, ഇരുവരും ഒന്നിച്ച് നടന്നു. തീയും കത്തിയും 6-ാം വാക്യത്തിൽ തീയും കത്തിയും താനെടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. 8-ാം വാക്യത്തിൽ ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ഇവിടെ എഴുതപ്പെട്ട വാക്കുകളിൽ ഇരുവരും ഒന്നിച്ചു നടന്നു എന്നുള്ളത് അത്ര വലിയ പ്രസക്തമായെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷേ അവരുടെ യാത്രയുടെ പ്രത്യേകത ഞാൻ ആരംഭിച്ചു. അവർ ദേവാലയത്തിലേക്ക് പോവുകയാണ്, ബലി കഴിക്കുവാൻ പോവുകയാണ്. അപ്പൊ ദൈവാലയത്തിലേക്കുള്ള അവരുടെ അപ്പന്റെയും മകന്റെയും യാത്രയാണ്.
അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ഒരുമിച്ച് ആരാധിക്കുന്നതിനാണ് നമ്മൾ ഫെലോഷിപ്പ് അല്ലെ കൂട്ടായ്മ എന്നൊക്കെ പറയുക. ആരാധിക്കുക എന്ന് പറയുക. തന്നെ പോയി മണിയടിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഉണർത്തി പ്രാർത്ഥിക്കുന്ന അനുഭവത്തിന് പ്രാർത്ഥന അല്ലെ ആരാധന എന്ന് പറയാറില്ല. ഏകമായി ദൈവസന്നിധിയിൽ നോയമ്പോ ഉപവാസത്തോടോ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രാർത്ഥന എന്ന് പറയും. പക്ഷെ ആരാധന അവിടെ പൂർണ്ണമാകുന്നില്ല. ആരാധന എന്നുള്ളത് ഒരു കൂട്ടമാണ്. ആരാധനകൾ പൂർണ്ണമാകുന്നത് കൂട്ടത്തിന്റെ കൂടിവരവോടുകൂടിയാണ്. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച്, സഭയുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് എല്ലാ കൗതാശിക കർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ജനത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. അങ്ങനെ പങ്കാളിത്തം അനിവാര്യമാകുന്നതാണ് കൂട്ടായ്മ, കൂടിവരവ്. ഒരുമിച്ച് ഒരുമനപ്പെട്ട് കടന്നു വരുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്, ആരാധിക്കുന്ന സഭ, സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഇരുവരും ഒന്നിച്ച് നടന്നു എന്നുള്ളത് ഇരുവരും ഒന്നിച്ച് നടക്കുവാനുള്ള ഒരു അനുഭവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പനും മകനുമാണ്, ഭാര്യയും ഭർത്താവുമാണ്, മാതാപിതാക്കളും മക്കളുമാണ്. ഒന്നിച്ച് നടന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി കഴിയുന്നെങ്കിൽ അവിടെ ഈ ആരാധിക്കുന്ന സമൂഹമുണ്ട്, ഈ ആരാധന ജീവിതമുണ്ട്. ദൈവാലയത്തിലേക്ക് ഒന്നിച്ച് നടന്നു വരണമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ട് എന്ന് തോന്നിയാൽ നിന്റെ നേർച്ച കാഴ്ചകൾ അവിടെ വെച്ച് വിരോധമുള്ളവനോട് രമ്യമായിട്ട് വന്ന് നിന്റെ നേർച്ചകളെ കഴിക്കുക. രമ്യമാക്കപ്പെടുന്ന അനുഭവമാണ് ഒന്നിച്ച് നടക്കുക. വിച്ഛേദിച്ചു പോയ ബന്ധങ്ങളെ പുനരേകീകരിച്ച് ദൈവസന്നിധിയിലേക്ക് ഒന്നിച്ചു വരുന്നതാണ് ആരാധന. ഓർക്കുക, പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യമാണ്, കർത്താവേ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരമൊന്നും കിട്ടുന്നില്ല. ചെങ്ങന്നൂർപ്പള്ളിയിൽ നിന്ന് മണർകാട്, മണർകാട് നിന്ന് പുതുപ്പള്ളിയിലും, പുതുപ്പള്ളി കഴിഞ്ഞ് വരമലയും, വരമല കഴിഞ്ഞ് വേളാങ്കണ്ണിയിലും ഒക്കെ പോയി. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന്റെ ഉത്തരം ലഭിക്കുന്നില്ല. കർത്താവ് ഒരു നിയമം കൽപ്പിച്ചു, പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധം, നിന്നോട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പരിഹരിച്ചു വന്ന് പ്രാർത്ഥിക്കണം. ഒന്നിച്ച് ആരാധിക്കുന്ന, ഒരുമനപ്പെട്ട ആരാധിക്കുന്ന അനുഭവമാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. സംശയമൊന്നുമില്ല, കർത്താവ് നമ്മുടെ കൂടെയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരുമനപ്പെടുക എന്നുള്ളത്, ഏക മനസ്സോടെ അപേക്ഷിക്കുക എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് അല്പം കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരു കാര്യത്തിന് ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക, യോജിപ്പ് അവിടെ ഉണ്ടാകുക. വലിയ നോമ്പിലെ ഒരു പ്രാർത്ഥനയുടെ വലിയ അനുഭവമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ പ്രത്യേകത ഇങ്ങനെയാണ്, മഴത്തുള്ളികൾ ഓരോ തുള്ളികളായിട്ട് കടന്നു വരുന്നു. ഈ പല തുള്ളികൾ കടന്ന് ഒരു ചെറിയ ചാലായി കടന്നു പോകുന്നു, ഒരു ചെറിയ കൈത്തോടായി. കൈത്തോടുകൾ ചേർന്ന് ഒരു പുഴയാകുന്നു, പുഴകൾ ചേർന്ന് ഒരു വലിയ സമുദ്രമാകുന്നു. സമുദ്രം തടയുവാൻ, സമുദ്രത്തിന് അണകെട്ടുവാൻ ആർക്കും കഴിയില്ലല്ലോ. അതുപോലെ പല വായികളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിലേക്ക് ഇതാ ഒന്നിച്ചു വരുന്നു. പിതാക്കന്മാര് അങ്ങനെ എഴുതി നമ്മളെ കൊണ്ട് പാടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരുമനപ്പെട്ട പ്രാർത്ഥനയുടെ, ആരാധനയുടെ അനുഭവമാണ്. ഒരുമിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുമോ? ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ ദൈവം ഇറങ്ങി വരും, സംശയമൊന്നുമില്ല. ശേഖാറിന്റെ തീരത്ത് നിൽക്കുന്ന ദരകാപെരുന്നാളിൽ നമ്മൾ വായിച്ച വിസ്തൃതമായ ഒരു വേദഭാഗമാണ് പുറജാതിക്കാരി സ്ത്രീയോട് കുശലം പറഞ്ഞു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രം. നിത്യജീവന്റെ ജലത്തെ കുറിച്ച് അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിവിടെ വെള്ളം കോരുവാൻ വരാതെയും എനിക്ക് ദാഹിക്കാതെയും ഇരിക്കേണ്ടതിന് ആ ജീവന്റെ ജലം എനിക്ക് തരണം. ഒരു മറുപടി കർത്താവളോട് പറയുന്നു, ഞാൻ തരാം, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുപോകാം. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന വ്യാഖ്യാനം ഇതാണ്, കർത്താവ് എന്തിനാ അവള് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്? നിത്യജീവന്റെ അനുഭവമാണ്. എന്നും നിനക്ക് ദാഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ തരാൻ പോകുന്ന ജീവജലത്തിന്റെ അനുഭവമാണ്. ആ നിത്യജീവൻ നിനക്ക് മാത്രമല്ല, നിന്റെ ഭർത്താവിനും നിന്റെ കുടുംബത്തിനും ഒക്കെ ഉള്ളതാണ്. ഒന്നിച്ച് അനുഭവിക്കുന്നതാണ് നിത്യജീവൻ. ഞാൻ എന്റെ രക്ഷയെന്നുള്ളത്, ഞാനും എന്റെ ദൈവവും എന്നുള്ളത് നമ്മുടെ സങ്കല്പങ്ങളിൽ ഒന്നുമില്ല. നമ്മുടെ ആരാധന നോക്കുക, ഏത് ആരാധനയിലേക്ക് കടന്നു ചെന്നാലും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അത് വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ മാത്രമാണ് പ്രിയമുള്ളവരെ എന്ന് നാം ഓർക്കുക. അതുകൊണ്ട്
ഓർക്കുക, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് നടക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. നമുക്ക് എത്ര പേർക്ക് ഒന്നിച്ച് നടക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും കഴിയുന്നു എന്നുള്ളത് നാം വളരെ ആഴമായിട്ട് ചിന്തിക്കുക. കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതേ സംബന്ധിച്ച് നമുക്ക് ധാരാളം പറയുവാനായിട്ടുണ്ട്. വിഭിന്നമായി പോകുന്ന, ചിതറിപ്പോകുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച് വേണമെങ്കിൽ 1 മണിക്കൂർ നമുക്ക് വീണ്ടും വീണ്ടും പറയാം. പക്ഷെ പറഞ്ഞത് കൊണ്ടായോ? എവിടെയാണ് ജീവിതം ഒന്നിപ്പിക്കേണ്ടുന്നത്? വിശുദ്ധ വിഭാഗ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഇനി ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒന്നാകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നുവെങ്കിൽ ആ ഒന്നിപ്പ് ആരാധനയുടെ ജീവിതമാണ്. അപ്പൊ ആരാധന എന്നുള്ളത് മറ്റൊരു തരത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുന്ന 1 മണിക്കൂർ ജീവിതാനുഭവമല്ല, മറിച്ച് അത് നിരന്തരമായ ജീവിതത്തിൽ നാം ആയിത്തീരുന്ന അവസ്ഥമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ മാതാപിതാക്കളോട് ഒക്കെ ചേർന്ന് നാം നടത്തുന്ന ജീവിതത്തിനാണ് പൊതുവെ ആരാധനാ ജീവിതം എന്ന് നാം പറയേണ്ടുന്നത്. അവിടെ ഒന്നിപ്പ്, ഒരുമിപ്പ് ഉണ്ടാകണം. അബ്രഹാമിന്റെ ജീവിതം ഇസ്ഹാക്കിനോട് ഒന്നിച്ച് വിശുദ്ധ ദൈവാലയത്തിലേക്ക്, ബലിപീഠത്തിലേക്ക് അവർ നടന്നു. ദൈവാലയത്തിലേക്ക് ഒന്നിച്ചു പോകണമെങ്കിൽ ഈ മനസ്സിന്റെ ഒരുക്കം ആവശ്യമാണ്, രമ്യത ആവശ്യമാണ്. പെറുപെറുക്കലില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയും പിണക്കവുമില്ലാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്ന് നമുക്ക് ആലിംഗനബദ്ധനാകുവാനായിട്ട് കഴിയണം, സമാധാനം കൊടുക്കുവാനായിട്ട് കഴിയണം. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വലിയ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഒന്നിച്ച് ദൈവാലയത്തിലേക്ക് വരണം. അപ്പൊ ദൈവാലയത്തിലേക്ക് പോകുവാൻ അബ്രഹാം തെരഞ്ഞെടുത്ത ഒന്നാമത്തെ പ്രത്യേകത, അവൻ അതിരാവിലെ എഴുന്നേറ്റു എന്നുള്ള, വെളുപ്പിനെ എഴുന്നേറ്റ് നല്ല ഒരുക്കത്തോടു കൂടി, എല്ലാ വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി അവൻ എഴുന്നേറ്റ് യാത്ര ആരംഭിക്കുകയാണ്. 2, അവന്റെ കൂടെ അവന്റെ കുടുംബത്തിൽ നിന്ന് മകനുണ്ട്. ഇരുവരും ഒന്നിച്ച് നടന്നു. സ്വരച്ചേർച്ച അവിടെ ഉണ്ട്, യാതൊരു അകൽച്ചയും അവിടെ ഇല്ല. അവരുടെ സംസാരം നാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പാ എന്ന് വിളിക്കുമ്പോൾ മകനെ എന്ന് സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം മുഴുവൻ ഉറങ്ങുന്ന വേദനയായിട്ടും മകന്റെ ചോദ്യത്തിനും ഉത്തരം നൽകുന്നുണ്ട്. മകനെ, ദൈവം കരുതിക്കൊള്ളും. അപ്പ തീയും വിറകുമുണ്ട്, അറുപ്പാനുള്ള ആട്, കുഞ്ഞാട് എവിടെ? അത് ദൈവം കരുതിക്കൊള്ളുമെന്ന് അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് സങ്കടത്തോടുകൂടെ പറയുന്ന അബ്രഹാമിനെ നാം കാണുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ന് ഈ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ നാം ഓർക്കുക, ഒന്നിച്ച് നടക്കുക. നമ്മുടെ ഒന്നിച്ച് നടപ്പുകളുടെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ ഭാഗം അങ്ങ് വിടുകയാണ്. എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഭാര്യാഭർത്തൃ ബന്ധത്തെ ഞാൻ വിടുന്നു, മാതാപിതാക്കളുള്ള ബന്ധത്തെ ഞാൻ വിടുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ സഭ, നമ്മുടെയല്ല, മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, പുതിയ തലമുറയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എന്റെ മുമ്പിൽ ഒരു 500-600 പേരുണ്ട്. ഇന്ത്യയെ 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർ അവരെവിടെയാണ്? വിശുദ്ധ ദേവാലയത്തിലേക്ക്, ഭജന ശുശ്രൂഷയിലേക്ക് നാം കടന്നു വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പഠിക്കുവാനുണ്ട്. പപ്പാ പോ, മമ്മി പോ എന്ന് പറയും. നാം അത് കേൾക്കും, ഞാനും അങ്ങനെയാകാം. പക്ഷേ ആ 15 മുതൽ 20-30 വയസ്സുകാരൻ വീട്ടിലുണ്ട്, കമ്പ്യൂട്ടറിന്റെ മുമ്പിലുണ്ട്, കൂട്ടുകാരുണ്ട്, ചാറ്റുണ്ട്, ചീറ്റുണ്ട്. എവിടെ? ഇവരെവിടെയാണ്? എന്റെ പാതകൾക്ക് മുമ്പേ എന്റെ മകൻ നടന്നു വരുന്നുണ്ടോ? എന്റെ പാതകൾക്ക് മുമ്പേ എന്റെ മകൾ നടന്നു വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സങ്കല്പം, ഒരു അനുഭവം നമുക്കുണ്ടോ? നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ഒന്നിപ്പ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെയാണ്. ഒന്നിച്ച് നടന്ന് കുടുംബമായിട്ട് നടന്നു വരുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എവിടെയൊക്കെയോ ഈ കാണാതെ പോയ ഒരു കുഞ്ഞാട് പോലെ, കുഞ്ഞാട് എങ്ങനെ പോയി എന്നവിടെ പറയുന്നില്ല. അതിന്റെ വികൃതി കൊണ്ടാകാം, കാലൊടിഞ്ഞതാകാം, ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയതായ, കൂട്ടുകാര് കൂടി പുതിയ തീറ്റ അന്വേഷിച്ചു പോയതാണ്, എന്തെങ്കിലും ആകട്ടെ, അതേ അനുഭവം ഇന്നും നമുക്കുണ്ട്. കാണാതെ പോകുന്ന 1, 2, 3, 4 അനുഭവങ്ങളൊക്കെ നമ്മുടെയും ജീവിതത്തിലുണ്ട്. ഇവിടെ ഓർക്കുക, ദൈവത്തെ വിളിക്കുവാൻ, ആരാധിക്കുവാനായി കടന്നു പോകുമ്പോൾ ഒന്നിച്ച് കുടുംബമായി, കൂട്ടായി അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദേവാലയത്തിലേക്ക് പോയതിന്റെ 2ാമത്തെ പ്രത്യേകതയാണ്, ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സമൂഹമധ്യേ ദേവാലയത്തിലേക്ക് ചെന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. തന്നെയല്ല, ഒന്നിച്ച് ഒരുമിച്ച് ആരാധിക്കുക. The thread of it represents their life and the wax their health. അതിന്റെ നൂല് അവരുടെ ജീവനും അതിന്റെ മെഴുക് അവരുടെ ആരോഗ്യവുമാണ്. They burned for me and they gave me the light to walk in the good way. അവർ എനിക്ക് വേണ്ടി കത്തിക്കൊണ്ടിരുന്നു, എന്നെ നല്ല പാതയിൽ അവൻ നയിച്ചു. But in my young age there was much electricity.
എന്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് ഐ ഡിഡ്ന്റ് സീ ദീസ് ടു ക്യാൻഡിൽസ്. ഞാൻ ഈ രണ്ട് മെഴുകുതിരികൾ കണ്ടില്ല. കാരണം ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ടായിരുന്നു. സഡൻലി there was power cut. പെട്ടെന്ന് കറണ്ട് പോയി, ഇരുട്ടുണ്ടായി. എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ബെർശബയിൽ നിന്ന് മൊറിയ ദേശത്തേക്കുള്ള അവന്റെ യാത്രയിൽ അവന് കൂട്ട് പലതുണ്ട്. അതിൽ ജീവനുള്ള രണ്ട് വസ്തുക്കളും. ഒന്ന് ബാല്യക്കാരൻ, ജീവനുള്ള മനുഷ്യരാണ്. മറ്റൊന്ന് ജീവനുള്ള കഴുത. ഈ രണ്ടു കൂട്ടരെയും ബെർശബയിൽ നിന്ന് കൂട്ടി മോറിയ ദേശത്തെത്തി. മലയുടെ അടിവാരത്തിൽ നിന്നുകൊണ്ട് അബ്രഹാം പറയുന്നുണ്ട് ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും പോയി അത്രടം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ബലി കഴിക്കേണ്ടുന്ന സ്ഥലം കണ്ടു, ആരാധിക്കേണ്ടുന്ന സ്ഥലം കണ്ടു, ദൈവത്തെ വിളിക്കേണ്ടുന്ന സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ ഇരിപ്പി, ഞാൻ അവിടെ പോയി ആരാധന കഴിച്ച് മടങ്ങി വരുക. അപ്പൊ ദൈവാലയത്തിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും കഴുതയുണ്ട്, ബാല്യക്കാരുണ്ട് എന്ന് പ്രസക്തമാണ്. പക്ഷേ ദേവാലയത്തിലേക്ക് ആരാധിക്കുവാൻ, ബലി കഴിക്കുവാൻ വേണ്ടി പ്രവേശിക്കുന്ന അബ്രഹാം കഴുതയെയും ബാല്യക്കാരെയും ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തുകയാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വരണ്ട. അങ്ങനെ അവരെ അവിടെ തടയുന്നതിന്റെ കാരണം എന്താണ്? ഒന്നാമൻ തടഞ്ഞത് കഴുതയാണ്. കഴുത മൃഗമാണ്, ദൈവത്തെ വിളിക്കുവാൻ അതിന് ശക്തിയില്ലായിരിക്കാം, അതുകൊണ്ട് അത് പ്രവേശിക്കേണ്ട എന്നാണോ? ഇതിന്റെ ഒന്നാമത്തെ അർത്ഥം കഴുതയും ബാല്യക്കാരും എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. ബാല്യക്കാര് വേലക്കാരാണ്, യജമാനൻ കൽപ്പിക്കുന്നത് മാത്രം അനുസരിച്ച് ശീലിച്ചവർ. പോകുക എന്ന് പറഞ്ഞപ്പോൾ പോയി, വിറകെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരെടുത്തു. അവരുടെ ജോലി അനുസരിക്കുക മാത്രമാണ്. എന്തിന്, എങ്ങനെ, എവിടേക്ക് പോകുന്നു അറിയേണ്ടുന്ന കാര്യവുമില്ല. പക്ഷെ അബ്രഹാമിന് അറിയാം എവിടേക്ക് പോകുന്നു, അറിയാം എവിടേക്ക് പോകുന്നു. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക. ഒരുക്കമില്ലാത്തവരാണ്, യാത്രയെ കുറിച്ച് ബോധ്യമില്ലാത്തവരാണ്, എവിടേക്ക് പോകുന്നു എന്ന് അറിയാത്തവരാണ് ഈ കഴുതയും ബാല്യക്കാരും. കഴുതയ്ക്കും, മറ്റൊരു വാക്കിൽ കഴുതയ്ക്കും ബാല്യക്കാർക്കും ദേവാലയത്തിലേക്ക് പ്രവേശനമില്ല. കഴുത മ്ലേച്ഛമായ, നിന്ദ്യമായ, തിരിച്ചറിവില്ലാത്ത ഒരു മൃഗമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബിലെയാമിന്റെ കഴുത സംസാരിക്കുന്നത് നാം വായിക്കുന്നു. യഹോവയുടെ ദൂതനെ കണ്ണുകൊണ്ട് കാണുകയും എന്നാൽ ബിലെയാം കാണാതിരിക്കുകയും കഴുത കണ്ടിട്ട് അവന്റെ മുമ്പാകെ വീണ് കിടക്കുകയും ചെയ്യുന്നത് നാം വായിക്കുന്നു. ബിലെയാം 3 വട്ടം അതിനെ അടിക്കുമ്പോൾ വാ തുറന്നത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ അടിച്ചത്? മിണ്ടാ പ്രാണി അവിടെ സംസാരിക്കുന്നു. കഴുതയ്ക്കും യഹോവയായ ദൈവം നാവ് കൊടുക്കുന്നുണ്ട്. രാജവീതികളിലൂടെ ഹോസന്ന പാടി ദൈവപുത്രൻ കടന്നുപോയപ്പോൾ ദൈവപുത്രൻ ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയത് കഴുതയാണ്. കഴുതയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പിറ്റേ ദിവസം ഒരു ദിവസവും കഴുത മാന്യമായ സ്വീകരണം കിട്ടുമെന്ന് കരുതി ഈ രാജവീതിയിലൂടെ പോയി എന്നും അതിനെ എല്ലാവരും കൂടി തല്ലി അടിച്ചോടിച്ചു. അപ്പൊ അത് മനോഗതം പറഞ്ഞു, ഇന്നലെ ഞാൻ നടന്നപ്പം എന്റെ മുമ്പാകെ വിരിക്കുവാനും ഹോസന്ന പാടുവാനും ആളുണ്ടായിരുന്നു. കഥാകാരൻ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്, കഴുതേ, ഇന്നലെ നിന്റെ പുറത്ത് യേശു ഉണ്ടായിരുന്നു. അത് പോകട്ടെ, അത് കഥയും. കഴുത ബോധമില്ല, തിരിച്ചറിവില്ല, എവിടേക്ക് എന്തിനു പോകുന്നു എന്നറിയും. ബാല്യക്കാർ എവിടേക്ക് എന്തിനു പോകുന്നു എന്നും അറിയില്ലാത്തവർ, ഇവർക്ക് ദൈവാലയത്തിലേക്ക് പ്രവേശനമില്ല. ഒരുക്കമില്ലാത്തവർക്ക്, മ്ലേച്ഛമായ ജീവിതത്തിന്റെ അവസ്ഥകളിൽ കഴിയുന്നവർക്ക്, തിരിച്ചറിവില്ലാത്തവർക്ക്, നന്മ തിന്മകൾ എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ദൈവാലയത്തിലേക്ക് പ്രവേശനമില്ല. ദൈവാലയത്തിന് പുറത്താണ് അവരുടെ സ്ഥാനം. എന്തുകൊണ്ടാണ്? ദൈവത്തെ വിളിക്കുവാൻ കടന്നു വരുന്ന വിശ്വാസി ഭക്തൻ ഒരുക്കത്തോടുകൂടി, തിരിച്ചറിവോടുകൂടി, നല്ല മനോഭാവത്തോടു കൂടിയാണ് അവൻ കടന്നു വരുന്നത്, വരേണ്ടുന്നത്. അങ്ങനെയുള്ളവനെ വിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ദേവാലയം മനോഹരമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് നോക്കി, അതിന് ഭൂമുഖം എത്ര ഉണ്ട്? 3 ഭൂമുഖമുണ്ട്. സാധാരണഗതിയിൽ ഒരു ഭൂമുഖം കൊണ്ട് ചുറ്റു വരാന്ത കൊണ്ട് അങ്ങ് നിർത്തും. ഇതിന് 3 ഭൂമുഖമുണ്ട്. ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ സംഭവിക്കുന്നത് നല്ലൊരു ഭാഗം ഭൂമുഖത്താണ് അകത്തേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, കുർബാനയെടുത്ത് ഞങ്ങൾ അച്ഛന്മാരെ പടിഞ്ഞാറ് സൈഡിലേക്ക് വരുമ്പോൾ പ്രധാന വാതിലിന്
മുമ്പാകെ ഒരു ആൾക്കൂട്ടവും തിക്കും തിരക്കുമാണ്. സൈഡിലുള്ള വാതിലിന് മുമ്പിലും ആ തിക്കും തിരക്കും കാണാം. അകത്ത് കയറാതെ പുറം വാതിൽ ക്രിസ്ത്യാനികളായി മാത്രം കഴിയുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെയൊക്കെ പള്ളികളിലുണ്ട്. ഞാനതിന് ഉത്തരം കൊടുക്കുന്ന ഇതാണ്: ഒരുക്കമില്ലാതെ കടന്നു വന്നവരാണ്, തിരിച്ചറിവില്ലാത്തവരാണ്, പുറജാതിക്കാരാണ്. പുറജാതിക്കാരെന്ന് പറയുന്നത് സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ്. പുരോഹിതൻ ധൂപക്കുറ്റി വാഴ്ത്തി പ്രാർത്ഥന കഴിഞ്ഞ് ശുശ്രൂഷകൻ ധൂപക്കുറ്റിയുമായി പടിഞ്ഞാറേ വാതിലിന്റെ അവിടെ വരെ വരും. രണ്ട് സൈഡിൽ വീശി വീശി വന്ന് തിരികെ വന്ന് തൊടോസിന്റെ താഴെ നിന്ന് ദർഗായുടെ താഴെ ഇവിടെ മദ്ബഹായുടെ താഴെ നിന്നുകൊണ്ട് നോക്കും അച്ഛന്റെ പ്രാർത്ഥന കഴിഞ്ഞു. വിശുദ്ധ ബലിയുടെ പ്രധാന കർമ്മത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് പുരോഹിതൻ പ്രവേശിക്കുമ്പോൾ ഈ ശുശ്രൂഷൻ വിളിച്ചു പറയും എന്താർത്ഥം? ഭംഗിയാണ്. അതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ പോയി പടിഞ്ഞാറ് സൈഡിൽ വരെ പോയി ഒരുക്കമില്ലാത്തവരെയും പുറജാതികളെയും വിശുദ്ധ കുർബാനയുടെ അനുഭവം ഏതെന്ന് അറിയാത്തവരെയും കണ്ടു. അവരെ എല്ലാം ഞാൻ പുറത്താക്കി. അവരെല്ലാം വെളിയിലാണ്. ഇനിയും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും ഒരുങ്ങി വന്നവർ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നാം ഭംഗിയായി നിൽക്കുക. അച്ഛാ കുർബാന ആരംഭിച്ചു. ഇതാണ് അതിന്റെ അർത്ഥം. വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പുറംവാതിൽ പൂർവ്വവാതിൽ നിന്ന് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഒരുക്കമില്ലാത്തവരായി, പുറജാതികളായി, തിരിച്ചറിവില്ലാത്തവരായി നാം കാണണം എന്നുള്ളത്. ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. കൂട്ടായ ആരാധനയുടെ ഘടകത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ, അതിന്റെ ആത്മീകമായ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഇവിടേക്ക് കടന്നു വരണം. എവിടെ? നാം ആരാധിക്കുന്ന സമൂഹത്തിൽ ഒന്നോടൊന്ന് ചേർന്ന് നിന്ന് ദൈവത്തെ വിളിക്കണം. മൗനിയായിട്ടല്ല. സ്തുതി സ്തോത്രങ്ങളോട് പ്രതിവാക്യം പറയുമ്പോൾ പറയേണ്ടുന്നതുപോലെ പറയണം. ഒരുക്കത്തോടുകൂടെ വിശുദ്ധ ദേവാലയത്തിലേക്ക് വരിക. ഒരുക്കത്തെ കുറിച്ച് ഇന്ന് ദേവാലയത്തിലൊക്കെ നമ്മൾ പ്രസംഗിച്ചാൽ അച്ഛൻ അറുപോറനും പഴഞ്ചനുമായിട്ട് മുദ്ര കുത്തപ്പെടും. ജീൻസ് ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ മധുവായിൽ കയറരുതെന്ന് പറയുമ്പോൾ അടുത്ത ഞായറാഴ്ച 22 ഉണ്ടെങ്കിൽ 22 നീണ്ട ജീൻസും ഇട്ടുകൊണ്ട് വന്ന് പ്രതിഷേധം കാണിക്കും. അമ്മയെ വിളിച്ചിട്ട് മകള് ചുരിദാറിന്റെ മേളിൽ കഴുത്തിന് കാറ്റ് കിട്ടാതിരിക്കുവാനാണ് ഈ ഷാൾ ഇടുന്നത്, അത് അവിടെ അല്ല സ്ഥാനം എന്ന് പറഞ്ഞു പോയാൽ അച്ഛൻ എന്തിനാച്ചു അവിടെ നോക്കുന്നത് എന്ന് ചോദിച്ചു പോകും. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇറുകിയ ഉടുപ്പുകൾ ധരിച്ച് ദേവാലയത്തിൽ വന്ന് അശ്രദ്ധ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അച്ഛൻ ആള് കൊള്ളാമല്ലോ, അച്ഛന്റെ കണ്ണ് മോശമല്ലല്ലോ എന്ന് പഴി പറയും. എന്താണ് നമ്മുടെ ആരാധനയുടെ പ്രത്യേകത? ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മൾ പണ്ട് പറയുന്ന ഒരു ഡ്രിങ്ക് പെട്ടിയിൽ അലക്കി തേച്ച് ഒരു ചട്ടയും മുണ്ടും തേച്ചതല്ല, അത് തലയണയുടെ അടിയിൽ വെച്ച് മടക്കി ഭദ്രമാക്കിയ ഒരു വെള്ളമുണ്ട്, ഒരു വെള്ള ഷർട്ടോ, ഒരു വെള്ള ഉടുപ്പോ, ഒരു വെള്ള തോർത്തോ ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. വല്ലപ്പോഴുമാണ്. ഇന്ന് കാണുന്നത് പോലെ എല്ലാ ആരാധനയ്ക്കും ഒന്ന് കുർബാന അനുഭവിക്കുന്ന പാരമ്പര്യമൊന്നും ഒന്നില്ല. പക്ഷേ അനുഭവിക്കാൻ വരുമ്പോൾ അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലും അറിവിലുമായിരുന്നു എന്ന് നാം തിരിച്ചറിയുക. ഒരുക്കത്തോടുകൂടെ ദൈവാലയത്തിലേക്ക് വരിക. ഒരുക്കത്തോടുകൂടെ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കുക, ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കണ്ണുനീരോടുകൂടി ദൈവാലയത്തിലേക്ക് ദൈവത്തെ വിളിക്കുവാൻ വേണ്ടി അബ്രഹാം കടന്നുപോയി ആർപ്പോടുകൂടെ മടങ്ങി വന്നു. അവർക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. അടുത്ത സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട അമ്മാമ, ശരീരത്തിനൊക്കെ ചൊറിച്ചില്, വളരെ പ്രയാസം, പല ത്വക്ക് ഡോക്ടർമാരെയും കണ്ടു, ഒരു രക്ഷയുമില്ല, മാറുന്നില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ വളരെ പ്രശസ്തനായ ഒരാളെ കണ്ടു. അകപ്പാടെയെല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങള് ഡ്രസ്സ് മാറ്റണം. പറഞ്ഞാൽ ഇപ്പോൾ ഉടുത്തിരിക്കുന്ന ഈ സാരി എല്ലാം മാറ്റി കോട്ടൺ സാരിയിലേക്ക് മാറണം. അത് ഒന്ന് രണ്ടെങ്കിലും ഉടുത്തിട്ട് ഒന്ന് അലക്കി തേച്ച് ഒക്കെ ഉടുക്കണം. കാരണം എന്താ? ഏറ്റവും വില കൂടിയ പട്ടുസാരികളെ ഉള്ളത് കഴുകാറില്ല. വല്ലപ്പോഴും വെയിലത്തുനിന്ന് ഇട്ടാലായി, വീണ്ടും എടുത്തൊടുക്കും, വീണ്ടും മടക്കി വെക്കും, വീണ്ടും ഉടുക്കും. ഇത് ബാക്ടീരിയ കയറി ശരീരം മുഴുവൻ ഫംഗസ് ബാധിച്ച് ഇങ്ങനെ പോവുകയാണ്. എന്താ പറ്റുന്നത്? ഒക്കെ അച്ഛന് പറയാം, ഇങ്ങനൊക്കെ പറയാം. അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പോകട്ടെ, ഒരുക്കത്തോട് കൊണ്ടൊന്ന് ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ, ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വതന്ത്രകാഴ്ച എടുത്തിട്ട് ബാക്കി. ഗായക സംഘം ഗാനമാലപിക്കുമ്പോൾ ആത്മീയ സംഘടനാ ഭാരവാഹി മുതിർന്നവർ സ്തോത്രം കഴിച്ചിടുക.
അവൻ സങ്കടത്തോടു കൂടിയായിരുന്നു. വിശുദ്ധ ദൈവാലയത്തിലേക്കുള്ള യാത്രയാണ്. യാത്രയിൽ അവൻ അതിരാവിലെ എഴുന്നേറ്റു ദൈവാലയത്തിലേക്ക് ഒരുക്കത്തോടുകൂടി യാത്ര ചെയ്തു. ഇരുവരും അബ്രഹാമും ഇസഹാക്കും ഒന്നിച്ച് നടന്നു. ഒരു സഹായിയായി കഴുതയുണ്ട്, ബാല്യക്കാരുണ്ട്. ആരാധന അടയ്ക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ താഴ്വരയിൽ അവരെ നിർത്തി. ഇനി അവിടേക്ക് അവർക്ക് പ്രവേശനമില്ല. അവർ ഒരുക്കമില്ലാത്തവരും ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരുമാണ്. അവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. അബ്രഹാമിന്റെ കയ്യിൽ കരുതിയ 3 കാര്യങ്ങളുണ്ട്. നാം വായിക്കുന്നുണ്ട്, ഒന്ന് തീ, മറ്റൊന്ന് വിറക്, മറ്റൊന്ന് കത്തി. തീയും വിറകും കത്തി. അവിടെ അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. അതിനുശേഷം വിറകിനെ സംബന്ധിച്ച് പറഞ്ഞ് വിറക് കീറി എടുത്തു. കീറിയ വിറക്. വിറക് കീറുന്നത് എന്തിനാണ് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. ഈ ആധുനിക കാലത്ത് പലപ്പോഴും വീടുകൾ വെഞ്ചരിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായി കുദാശ കർമ്മങ്ങൾക്കൊക്കെ ഞങ്ങൾ പോകുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട യുവതി യുവാക്കളാണ് വീട്ടമ്മമാര് എങ്കിൽ പലപ്പോഴും പാല് കാച്ചുവാൻ വേണ്ടി തീ കത്തിച്ചു കൊടുക്കുവാനായിട്ട് വളരെ ബന്ധപ്പെടാറുണ്ട്. എങ്ങനെയാണ് തീ കത്തിക്കുന്നത്, ആദ്യം അടുപ്പിൽ തീ പിടിപ്പിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. കാരണം ഗ്യാസിലുള്ള പരിചയം മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ. അപ്പോൾ വിറക് കീറുന്നത് കത്തിക്കുവാൻ എളുപ്പമാണ് എന്ന് നമുക്കറിയാം. ഇപ്പൊ വലിയ കഷണത്തിൽ നിന്ന് അത് എത്ര ചിന്ന ഭിന്നമാകുന്നുവോ അത്രമാത്രം അത് കത്താനായിട്ട് എളുപ്പമാണ്. അപ്പം കീറി എടുത്തും കൊണ്ട് പുറപ്പെടുകയാണ്. അപ്പം അതിന്റെ വാച്യമായ ഒരു അർത്ഥത്തിൽ കീറിയ വിറക് അവന്റെ കയ്യിലുണ്ട്. അത് ബലിപീഠത്തിലേക്ക് ആവശ്യമാണ്, ബലി കഴിക്കുവാനായി ആവശ്യമാണ്, തീ കത്തിക്കുവാനും അത് ആവശ്യമാണ്. എന്നാൽ ഈ കീറിയ വിറക് എന്താണ്? ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബേർശേബയിൽ നിന്നും വിറകുന്ന അബ്രഹാമിന്റെ ഹൃദയം തന്നെ ഒരു കീറിയ വിറകാണ്. നുറുങ്ങിയ ഹൃദയമാണ്, തകർന്ന മനസ്സാണ്. അത് ഓരോ നിമിഷവും ത്രസിച്ചും വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകനെ കുറിച്ചുള്ള ആകുലതകളും അപരാധികളും കണ്ണുനീരുകളും ഒക്കെ അവിടെയുണ്ട്. തന്നെ പറ്റി തന്നെയുള്ള ഒരു വേദന അവന്റെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദ് പാടുകയാണ്. തന്റെ സങ്കടങ്ങളുടെ ആധിക്യം ദൈവത്തോട് അറിയിക്കുവാനായി അവനൊരു മുട്ടുശാന്തി ഉപശാന്തി കണ്ടെത്തുകയാണ്. എന്റെ ഹൃദയം തകർന്നു നുറുങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ള തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അബ്രഹാമിന്റെ ഹൃദയം തകർന്നു നുറുങ്ങിയതുമാണ്. അവന്റെ കീറിയ വിറകെന്നുള്ളത് അവന്റെ ഹൃദയമാണ്, അവന്റെ ജീവിതമാണ്, അവന്റെ തകർന്ന മനസ്സാണ്. തകർന്ന മനസ്സിൽ നിറയെ കണ്ണുനീരുകളാണ്, രക്തത്തുള്ളികളാണ്. അത് വേദനയോടുകൂടി ഈ ഓരോ നിമിഷവും വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ പറ്റി തന്നെയുള്ള വേദന ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയ ഘടകമാണ്. വിശുദ്ധ ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ തന്നെ പറ്റി തന്നെയുള്ള വേദന അനിവാര്യമാണ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി 2 മനുഷ്യർ ദേവാലയത്തിലേക്ക് ചെന്നു. ഒരാൾ പരീശനും ഒരാൾ ചുങ്കക്കാരനും എന്ന കർത്താവ് ഉപമയിലൂടെ പറഞ്ഞു. ചുങ്കക്കാരൻ നിന്നുകൊണ്ട് പടിഞ്ഞാറേ ഭാഗത്ത് വാതുക്കൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ, കണ്ണുകൾ ഉയർത്തുവാൻ കഴിവില്ലാതെ പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ ചെയ്യണം. എന്നാൽ പരീക്ഷ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവനെ പോലെയല്ല, ഞാൻ ബസാരം കൊടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, അർഹമായ എല്ലാ നൊയമ്പുകളും പാലിക്കുന്നുണ്ട്, ഞാൻ ഇവനെ പോലെയല്ല. കർത്താവ് അവരോട് തിരിഞ്ഞു ചോദിക്കുന്നു, ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? അവരുത്തരം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥന അത് ചുങ്കക്കാരന്റെ പ്രാർത്ഥന തന്നെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് വരുമ്പോൾ തകർന്ന ഒരു മനസ്സ് എവിടെയെങ്കിലും ഉണ്ടാകണം. സന്തോഷം വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, തന്നെ പറ്റി തന്നെയുള്ള ഒരു വേദന, നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ഒരു വേദന, അനുതാപത്തെ കുറിച്ചുള്ള അനുതാപത്തിന്റെ ഒരു സങ്കീർത്തനം. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വരുന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം തമ്പുരാൻ ചെവിക്കൊള്ളും. യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ. തന്നെ പറ്റി തന്നെയുള്ള വേദനയാണ്. മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ വിക്കനായ മനുഷ്യനാണ്, കുറവുകളെ തിരിച്ചറിയുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയ മനുഷ്യർ തങ്ങളുടെ കുറവുകളെ തിരിച്ചറിയും.
ആത്മീയരല്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാലും മനുഷ്യന്റെ മുമ്പാകെ വന്നാലും സ്വയം നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്നാലും തങ്ങളുടെ കുറവുകളെയോ ചുളിവുകളെയോ തിരിച്ചറിയുവാൻ കഴിവില്ലാത്തവരായി തീരുന്നു. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കീറിയ വിറക് അനിവാര്യമാണ്. ഒന്ന്, അവനവനെ പറ്റിയുള്ള വേദന. അബ്രഹാമിന് തന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ സങ്കടത്തെക്കുറിച്ച്, തന്റെ വേദന ഉണ്ട്, തന്നെ പറ്റി തന്നെയുള്ള വേദനയുണ്ട്. രണ്ടവന്റെ വേദന അവന്റെ ഏകമകനായ ഇസഹാക്കിനെ കുറിച്ചാണ്. അവൻ ഉപേക്ഷിച്ചു കളഞ്ഞ ഇസ്മയേലിനെ കുറിച്ചാണ്. വീട്ടിൽ അവനെ കാത്തിരിക്കുന്ന സാറയെ കുറിച്ചാണ്. കുറെ നാൾ അവന്റെ ഭാര്യയായിരുന്ന അവന്റെ ദാസി ഹാഗാറിനെ കുറിച്ചുള്ളതാകാം, അവന്റെ സഹോദരനായ ലോത്തിനെ കുറിച്ചുള്ളതാകാം. ഇങ്ങനെ നിരവധി വേദന, മറ്റുള്ളവരെ കുറിച്ചുള്ള വേദനകൾ തിങ്ങിയ ഒരു ഹൃദയവുമായിട്ട് അവൻ കടന്നു ചെല്ലുകയാണ്. ഈ കീറിയ വിറക് മറ്റുള്ളവരെ കുറിച്ചുള്ള വേദനയായിട്ട് നാം കാണുക. അരിഷ്ട മനുഷ്യനായി തന്നെ പറ്റി തന്നെയുള്ള വേദനയോടൊപ്പം മറ്റുള്ളവരെ പറ്റിയുള്ള വേദനയും അനിവാര്യമാണ്. ശതാധിപനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കുന്നത് വർത്താനം പറയാനാണ്. ഞാൻ തുടക്കം മുതൽ ഇപ്പം വരെ ശ്രദ്ധിക്കുകയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ശതാധിപനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എന്റെ ബാല്യക്കാരിൽ ഒരുത്തന് രോഗമുണ്ട്. നീ എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. വെറും ശതാധിപനാണ്, 100 അല്ലെങ്കിൽ 1000 100 സഹസ്രങ്ങൾക്ക് അധിപന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ കീഴിൽ പടയാളികളുണ്ട്. കർത്താവിനോട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു, മറ്റൊരുത്തനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു. എന്റെ കീഴിലും പടയാളികളുണ്ട്. അങ്ങനെയുള്ള ഒരുവൻ ഒരു ബാല്യക്കാരന് രോഗം വന്നു എന്ന് കരുതി ആശങ്കപ്പെടുകയോ ആകുലപ്പെടുകയോ വേണ്ട. പക്ഷേ ആ വേദനയുമായി, വേലക്കാരന്റെ വേലയുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. പ്രജാതിക്കാരിയായ സ്ത്രീ മകളുടെ ഭൂതോപദ്രവവും ഖേദവുമായിട്ട് കർത്താവിന്റെ അടുക്കൽ വന്നുകൊണ്ട് കണ്ണുനീര് പൊഴിക്കുന്നുണ്ട്. നായെ എന്ന് അവൻ അവളെ വിളിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു പോകാതെ അതിന്റെ ഉച്ഛിഷ്ടമെങ്കിലും എനിക്ക് തരയണമേ എന്ന് നിലവിളിയോടെ അവിടെ നിൽക്കുകയാണ്. ആരെ പറ്റിയുള്ള വേദനയാണ്? മകളെ പറ്റിയുള്ള വേദനയാണ്. അപ്പം ദൈവാലയത്തിലേക്കുള്ള യാത്രയിൽ എന്നെ പറ്റി തന്നെയുള്ള ഒരു വേദന എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പറ്റിയുള്ള വേദനയുമുണ്ട്. വിശുദ്ധ ബലി അനുഷ്ഠിക്കുവാൻ പുരോഹിതൻ ദേവറോണോസിലേക്ക് കയറി അവിടെ മുട്ടുകുത്തുമ്പോൾ നാം നമ്മുടെ അനേകം രോഗികളുടെ, പ്രയാസപ്പെടുന്നവരുടെ, അനുദപിക്കുന്നവരുടെ ഒക്കെ പ്രാർത്ഥനകൾ, കൊല്ലകൊത്ത പേരുകൾ അവിടെ കൊടുക്കും. ആ പുരോഹിതൻ അവരെ അടുത്തറിഞ്ഞ് അവരുടെ സങ്കടങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ ത്രോണോസിന്റെ മുമ്പാകെ ദൈവസന്നിധിയിൽ തങ്ങളുടെ ഹൃദയത്തെ പകർന്നൊന്ന് വരച്ചാൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ഉണ്ട് എന്ന് നാം ഓർക്കുക. പലപ്പോഴും നാം കൂടി വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവാലയത്തിലും ഭവനങ്ങളിലും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകാത്തതും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരുമനപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ അഭാവമാണ്. എന്നെ പറ്റിയുള്ള വേദനയുണ്ട്, എന്റെ സങ്കടമുണ്ട്, എന്റെ ആവശ്യങ്ങളുണ്ട്, എന്റെ അനിവാര്യതകൾ എന്റെ മുമ്പിലുണ്ട്. പക്ഷേ എന്റെ സഹോദരന്റെ, എന്റെ അയൽക്കാരന്റെ, എന്റെ പ്രിയപ്പെട്ടവന്റെ വേദനകളിലേക്ക് താതാത്മ്യപ്പെട്ട് കടന്നു ചെല്ലുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. മഗ്ദലക്കാരത്തി മറിയുടെ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു വാചകമുണ്ട്. മഗ്ദലക്കാരത്തി മറിയ പറയുകയാണ്, എല്ലാവരും അവരവർക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചു. ശരിയാണ്, എല്ലാവരും എന്നെ സ്നേഹിച്ചത്, എന്റെ അടുക്കിലേക്ക് വന്നത്, എന്നെ താല്പര്യപ്പെട്ടത് അവരുടെ സുഖത്തിന്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇതാ ഇപ്പോൾ ഒരുവൻ, യേശു, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നു. അവന് വേണ്ടി അല്ല അവൻ എന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുകയാണ്. അതാണ് സ്നേഹത്തിന്റെ ഒരു മൂർത്തിമത് ഭാവം, ഒരു വലിയ ഭാവം. നമ്മുടെ വേദനയല്ല, മറ്റുള്ളവരുടെ വേദന സ്വയം ഏറ്റുവാങ്ങി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു ആഹ്വാനമാണ് ഓരോ ആരാധനയും. ദൈവാലയത്തിലേക്കുള്ള യാത്രയിൽ ഈ കീറിയ വിറക് നമുക്കുണ്ടാകണം, തകർന്ന മനസ്സ്. അത് എന്നെ പറ്റി തന്നെയുള്ള വേദന, മറ്റുള്ളവരെ പറ്റിയുള്ള വേദന. ജനഭാഗം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് അവൻ കയ്യിൽ കരുതിയത് തീ, അഗ്നിയാണ്. നമ്മൾ പാടുന്നുണ്ട്, തീയല്ലോ ഈ മദ്ബഹ, തീക്ക് തന്നെ പരികർമ്മിക്കും. തീ ഇതിനെ ചുറ്റുന്നു. കഹനകളെ, പുരോഹിതന്മാരെ, ഈ തീയിൽ നിങ്ങൾ എരിയാതിരിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളണം. അല്ലേ? വിശുദ്ധ മദ്ബഹ, ത്രോണോസ്, ദൈവികമായ സാന്നിധ്യമുള്ള സ്ഥലം ഒരു അഗ്നിയായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മോശ കാണുന്നുണ്ട് മുള്ളു കത്തുന്നത്. ആ
അടുത്ത് ചെന്ന് കൗതുകത്തോടെ നോക്കുന്നു. കണ്ടിട്ടില്ലാത്ത കാഴ്ചയെന്ത്? വിശുദ്ധ സ്ഥലമാണ്. ദൈവം അവനോട് അഗ്നിയിലൂടെ ഉത്തരമരുളുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കിലേക്ക് പോകും. ദൈവം തീയാണ്, ദൈവം അഗ്നിയാണ്. അഗ്നിമയന്മാര് ആരെ നോക്കിയാണോ വിറച്ചിരിക്കുന്നത്? അഗ്നിമയന്മാർ എന്നവിടെ അർത്ഥമാക്കുന്നത് അഗ്നിയിൽ നിന്ന് മയം ഉൾക്കൊണ്ടവരാണ്. അഗ്നി ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് തേജസ് ഉൾക്കൊണ്ട വിശുദ്ധന്മാരെ അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അഗ്നി ദൈവമാണ്. അബ്രഹാം മോറിയ ദേശത്തേക്ക് കടന്നുപോയപ്പോൾ അവന്റെ കയ്യിൽ അഗ്നി കരുതിയിരുന്നു, തീ ഉണ്ടായിരുന്നു. തീ അത് വിറകിന് തീ കൊടുക്കുവാനാണ്, അത് കൂട്ടുവാനുള്ളത്. പക്ഷേ ഈ അഗ്നി എന്നുള്ളത് അവനിൽ തന്നെയുള്ള ദൈവികമായ സത്തയുടെ ഒരു ഭാവമായിട്ട് നാം കാണണം. അല്ലെങ്കിൽ അവൻ അത്രത്തോളം നിലനിൽക്കുവാനോ കഴിയുകയില്ല. അവനിൽ ദൈവത്തിന്റെ ചൈതന്യം ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ സ്വഭാവം അവനിൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ കാരുണ്യം അവനിൽ ഉള്ളത് കൊണ്ടാണ് തേറവിന്റെ ഭവനത്തെ വിട്ടിറങ്ങി വന്ന ഈ അബ്രഹാം ബേർശബയിൽ നിന്ന് ഈ മോറിയ ദേശത്തേക്കുള്ള ഈ സങ്കടകരമായ യാത്രയിലും നിലനിൽക്കുവാനായിട്ട് അവന് കഴിഞ്ഞത് എന്ന് നാം ഓർക്കുക. യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാര് കർത്താവ് അവരോട് സംസാരിച്ച മാത്രയിൽ അവസാനം അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവർ പറയുന്നു, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ള് കത്തിക്കൊണ്ടിരുന്നു. ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ള് കത്തും. സങ്കീർത്തനത്തിൽ 39-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നമുക്ക് മൗനികളാണ്, ദേവാലയത്തിൽ മൗനികളാണ്. മൗനം കടന്നു വരുന്നത് പലപ്പോഴും മൗനത്തിന് ഗുണകരമായ അനേകം അവസ്ഥകളുണ്ട്, അതൊന്നും മറന്നിട്ടല്ല. പക്ഷേ ദൈവത്തെ സ്തുതിക്കുവാനും വിളിക്കുവാനും ദൈവത്തിന്റെ മുമ്പാകെ സങ്കടങ്ങളെ പകരുവാനും കഴിയാതെ നീ ആയിത്തീരുന്നുവെങ്കിൽ നിന്റെ ധ്യാനത്തിങ്കിൽ നീ കത്തിയിട്ടില്ല. നിനക്ക് നാവിടുന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. സംസാരിക്കാൻ കഴിയണമെങ്കിൽ ധ്യാനത്തിങ്കിൽ തീ കത്തണം. ദൈവം അവിടെ ഇടപെടണം. അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാരിലേക്ക് ഇറങ്ങിയ പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളുടെ രൂപത്തിൽ ഇറങ്ങിയത് നാം വായിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അതേനെങ്കിൽ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ചുറ്റുപാടും അഥേന ദേവിയുടെ വിഗ്രഹം കണ്ടപ്പോൾ ഹൃദയത്തിന് ചൂട് പിടിച്ചു എന്നാ വായിക്കുന്നത്. അനീതിയും അക്രമവും ഒക്കെ കാണുമ്പോൾ ചൂടുപിടിക്കുന്ന ഒരു ഹൃദയത്തെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അബ്രഹാം കയ്യിൽ കരുതിയ തീ എന്നുള്ളത് അത് ദൈവിക സത്ത തന്നെയായ ദൈവിക തേജസ്സായ നമ്മുടെ ഉള്ളിലും ഈ അഗ്നി ഉണ്ട്. മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണെന്ന് പൗരസ്ത്യർ പറയുന്നു, ചതുർഭൂതങ്ങളാലാണെന്ന് പാശ്ചാത്യർ പഠിപ്പിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്ന് അഗ്നിയാണ്. പ്രത്യം, തേജോ, വായു, ആകാശവും ഭൂമിയും വായുവും ജലവും എല്ലാം ചേർന്ന മണ്ണും ഒക്കെ ചേർന്ന മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യ നീ മണ്ണാകുന്നുവെന്ന് പറഞ്ഞ മണ്ണ് അവന്റെ ശരീരത്തിലേക്കിട്ട് മണ്ണും ചേരട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ അഗ്നിയിൽ നിന്നുണ്ടായ മനുഷ്യൻ അഗ്നിയിലേക്ക് തീരട്ടെ, അഗ്നിയിൽ ഒടുങ്ങട്ടെ എന്ന് ഹൈന്ദവർ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിലെ ജഡനാഗ്നി അത് ഇപ്പോഴും അവനെ അത് കത്തി അഗ്നിയോട് ചേരുകയാണ്, ജലത്തോട് ചേരുകയാണ്, മണ്ണിനോട് ചേരുക, വായുവിനോട്, ആകാശം വിസ്തൃതമായ ആകാശത്തോട് ചേരും. അതോടെ മനുഷ്യൻ ചതുർഭൂതങ്ങളിലേക്ക് ആയിത്തീരുകയാണ്. മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചും പിതാക്കന്മാര് ലഭിച്ചവസം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കൈമണ്ണിട്ടു, ഈ മണ്ണിനോട് ചേരും. നടക്കുമോ? നടക്കത്തില്ല. മണ്ണിനോട് ചേരാതെ വണ്ണം കോൺക്രീറ്റ് സൗധങ്ങൾ നാം എല്ലാം കെട്ടിപ്പൊക്കി എത്ര വർഷം കഴിഞ്ഞാലും മണ്ണിനോട് ചേരാതെ സിമെന്റിന്റെ മുകളിൽ ഒരു ചാരമായി, ഒരു പൊടിയായി, അല്ലെങ്കിൽ ഉരുകാതോ നാം ആയിത്തീരുന്ന അവസ്ഥയാണ്. അത് പോകട്ടെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവാലയത്തിലേക്കുള്ള മോറിയ ദേശത്തേക്കുള്ള അവന്റെ യാത്രയിൽ അവൻ കയ്യിൽ കരുതിയത് അഗ്നിയാണ്. ആ അഗ്നി ദൈവമാണ്, ദൈവ തേജസ്സാണ്, ദൈവ സാമീപ്യമാണ്. ദൈവം അവന്റെ ഹൃദയത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവാലയത്തിലേക്കുള്ള യാത്രയിൽ പിശാചല്ല കൂട്ടുവരേണ്ടത്, ദൈവമാണ്. ദൈവാലയത്തിലേക്കുള്ള യാത്രയിൽ ആസുരമായ ചിന്തകളല്ല, ദൈവികമായ ചിന്തകളാണ്. നമ്മുടെ ധ്യാനം മൗനമാകാം. ആ ധ്യാനത്തിന്റെ അവസാനം ഉത്തരം ലഭിക്കത്തക്കവണ്ണം നാവുകൾ പൊങ്ങണമെങ്കിൽ ദൈവത്തിന്റെ അഗ്നി അവിടെയൊക്കെ പറന്നുറങ്ങണം. പുരോഹിതൻ കുർബാന കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? എന്തോ തീക്കട്ടയാ? നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരരക്തങ്ങളാകുന്ന ഈ തീക്കട്ട തന്റെ ദാസന്മാർക്ക് കൊടുക്കുകയാണ്.
ദാസന്മാർക്ക് കൊടുക്കുന്നത് ഈ തീക്കട്ട സ്വീകരിച്ച് ഓരോ വിശ്വാസിയും ഓരോ ഭക്തനും ആ തീക്കട്ട അവന്റെ ഉള്ളിലുണ്ട്. മൺചരാതമായ ഒരു മെഴുകുതിരിയുമായി മരണം പറഞ്ഞു പോയ പിതാക്കന്മാരുടെ മാതാക്കളുടെ കല്ലറകൾക്ക് മുമ്പിൽ നാം ആയിരിക്കുമ്പോഴും അവിടെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ ചൈതന്യത്തെയാണ് നാം ഉൾക്കൊള്ളുന്നത് എന്ന് നാം ഓർക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം അബ്രഹാമിന്റെ കയ്യിൽ കരുതിയിരുന്നത് കത്തി. അത് മെറ്റൽ ബോഡിയാണോ, അത് സിൽവർ ആണോ, പിത്തളയാണോ എന്നുള്ളതൊക്കെ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ തർക്കങ്ങളുണ്ട്. മെറ്റൽ ബോഡിയാണ് എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു തുറക്കുന്നു. കാരണം അത് പൂർണ്ണമായും ഒരു വിപ്ലവത്തില ഈ നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രപരമായിട്ടുള്ള മധ്യകാല യുഗമോ മറ്റോ ആണ്. അവിടെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ഈ തരംതിരിവുകൾ, ലോകങ്ങളെ സംബന്ധിച്ച തരംതിരിവുകൾ ആയിട്ടില്ല. എന്തുമാകട്ടെ, കയ്യിൽ കരുതിയത് കത്തിയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുധത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കത്തി ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് ഈ കത്തി. അന്തരീന്ദ്രിയങ്ങളെ അത് ശോധന ചെയ്യുന്നതാണ്, അഭാവങ്ങളെ വിവേചിക്കുന്നതാണ്. ഷിയാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അത് ചലനാത്മകവും ദൈവികമാണ്. അതിന് ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്റെ വചനമാണ്, എന്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചേ അത് മടങ്ങി വരികയുള്ളൂ. ഷിയാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വചനം ദൈവമാണ്, അത് ലോഗോസ് ആണ്, മനുഷ്യാകൃതി പൂണ്ടതാണ് ക്രിസ്തു. ദൈവികമായ വചനമാണ് അവൻ കരുതിയത്. അബ്രഹാം തളർന്നു പോകാതെ, തകർന്നു പോകാതെ വിശ്വാസികളുടെ പിതാവായി ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ, മോറിയ മലയുടെ ആ സമിതത്തിലേക്ക്, ആ ബലിപീഠത്തിലേക്ക് അവൻ നടന്നെടുത്ത് സങ്കടത്തോടെ, കണ്ണുനീരോടെ, തകർന്ന മനസ്സോടെയാണെങ്കിലും അവന്റെ ഉള്ളിൽ ദൈവികമായ ചൈതന്യമുണ്ട്. തന്നെ പറ്റി തന്നെയുള്ള വേദനയുണ്ട്, മറ്റുള്ളവരെ പറ്റിയുള്ള വേദനയുണ്ട്. അവന്റെ കയ്യിൽ ദൈവത്തിന്റെ, അവന്റെ വായിൽ, അവന്റെ മനസ്സിൽ ദൈവത്തിന്റെ വചനവുമുണ്ട്. മടുത്തുപോകാത്ത മനസ്സോടെ അവൻ കടന്നു പോവുകയാണ്, വചനപ്രകാരം ജീവിക്കുകയാണ്. ഇത് പറയുമ്പോൾ, ഇത് വായിക്കുമ്പോഴും എന്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള എന്റെ ഒരു ബാല്യകാല സംഭവമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നാട് കുടിയന്മാരുടെ നാടാണ്, ചിറ്റാർ എന്ന ദേശം. ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ, പഴയ കാലമാണ്. ചിറ്റാർ വയ്യാറ്റുപുഴ എന്ന ദേശം വാറ്റുപുഴയാണ്, വയ്യാറ്റുപുഴ ആയതെന്നാണ് ഒരു നിരുക്തി. ഈ വയ്യാറ്റുപുഴ പ്രദേശത്തൊന്നും കറണ്ടില്ല. കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ വോൾട്ടേജുകൾ ഈ പറയുന്ന കുടിയന്മാരുടെ വോൾട്ടേജ് പോലെ എപ്പോഴും താഴെയാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഭവനത്തില് ഒരു കുടുംബനാഥൻ നിത്യവും കുടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും. വന്നിട്ട് ചട്ടിയും കലം എല്ലാം പൊട്ടിക്കും, മക്കളെയും ഭാര്യയൊക്കെ എടുത്തിട്ട് തട്ടും. രാത്രി ഒരു 12 മണി വരെ നിരന്തരമായ ബഹളമാണ്. ക്രിസ്ത്യാനിയാണ്. പക്ഷെ നേരം പരവര വിളക്കുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ അവർ പ്രാർത്ഥിക്കും. അത്യുച്ചത്തിൽ മനമേ ഭക്ഷ്യഗണങ്ങൾ ഉയർന്നും അതിരാവിലെ തിരുസന്നിധി ഒക്കെ പാടി പ്രാർത്ഥിക്കുന്നത് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. അത് മുതിർന്നപ്പോ എനിക്ക് മനസ്സിലായി, വചനപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബമാണത്. വേദപുസ്തകത്തിലെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഏതാണ് ആ വചനം? സന്ധിയെങ്കിൽ കരച്ചിലൊന്ന രാപ്പാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപ്പാർക്കും ഉഷസിൽ ആനന്ദഘോഷം വരും. വചനപ്രകാരം ജീവിക്കുകയാണ്. ആ വചനമല്ല, ഞാൻ ഒരു രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള വാളുപോലെ മൂർച്ചയുള്ളതും അത് ക്രിയേറ്റിവിറ്റി ഉള്ളതും സാധിപ്പിക്കുന്നതുമാണ്. അത് വെറുതെ പോകുന്നില്ല, അത് അയച്ച കാര്യം സാധിപ്പിക്കും. ഈ ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ സ്വീകരണവുമാണ് അത് നല്ലതോ തീയതോ എന്നുള്ള നിലയിലേക്ക് നമ്മെ ആക്കി തീർക്കുന്നതെന്ന് നാം ഓർക്കുക. അബ്രഹാമിന്റെ മോറിയ ദേശത്തേക്കുള്ള യാത്ര, കുടുംബ ബേർശേബയിൽ നിന്നും മോറിയ ദേശത്തേക്ക് 50 മൈൽ ദൂരമുണ്ട്. അവന്റെ 13 യാത്രകളിലെ 11ാമത്തെ യാത്ര, സങ്കടത്തോടും കണ്ണുനീരോടും കൂടെയുള്ള യാത്ര, ബലി അർപ്പിക്കുവാനുള്ള യാത്ര. ദൈവാലയത്തിലെത്തി ബലി കഴിക്കുന്ന സമയത്ത് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട ദൂതൻ മൂലം പ്രത്യക്ഷപ്പെട്ട്
കുഞ്ഞാടിനെ അവന് നൽകുന്നുണ്ട്. സന്തോഷത്തിന്റെ ആധിക്യം, അവന്റെ മടക്കയാത്ര സന്തോഷത്തിന്റെ ഓരോ നിമിഷമാണ്. അപ്പൊ മടങ്ങി കരച്ചിലോടെ, സങ്കടത്തോടെ, മറ്റുള്ളവരെ പറ്റിയുള്ള വേദനയോടുകൂടെ, കീറിയ വിറകോടുകൂടെ ഒക്കെ കടന്നു വന്നാൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ മടങ്ങി പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പുരോഹിതൻ എന്റെ വാത്സല്യമുള്ളവരെ എന്ന് വിളിച്ച് ദൂരസ്ഥരും സമീപസ്ഥരുമേ, നിങ്ങൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ പോകുവീൻ, എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എന്നെ നിന്റെ ഗീതം പോലെ എന്നെ ബാർക്കുമോ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹകരമാക്കി തീർത്തതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നിങ്ങളിവിടെ ആയിരുന്നു, നിന്റെ വചനം ഞങ്ങൾ കേട്ടു. വിശുദ്ധ ദൈവാലയത്തിലേക്ക് എങ്ങനെ വരണം എന്ന് ഞങ്ങൾ പഠിച്ചു. കർത്താവെ, അതിരാവിലെ എഴുന്നേറ്റ് നിന്റെ നീതി അന്വേഷിക്കുവാനും അങ്ങനെ നിന്നിൽ നിന്ന് കൃപ പ്രാപിപ്പാനും ഞങ്ങൾക്കിടയാകണമേ. ദൈവാലയം ദൈവം വസിക്കുന്നിടമാണ്, ദൈവത്തെ മുഖാമുഖം കാണുന്നതാണ്. അവിടുന്ന് ഞങ്ങളുടെ ആവലാദികൾ കേൾക്കുകയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്ക് വിശുദ്ധിയോടുകൂടെ കടന്നു വരുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ ഭാര്യ, ഭർത്താവ്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഇരുവരും ഒന്നിച്ച് നടന്ന് ഒരുമനപ്പെട്ട് നിന്നെ വന്ന് ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ദേവാലയത്തിന് ചേരാത്ത, കൂട്ടായ്മയ്ക്ക് ചേരാത്ത അനുഭവങ്ങളുണ്ട്. അതിനെ ഞങ്ങൾ ദൂരത്താക്കി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അതിനെ ഉപേക്ഷിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരുക്കമുള്ളവരായി, തിരിച്ചറിവുള്ളവരായി ഞങ്ങളെ ആക്കി തീർക്കണമേ. സങ്കടത്തോടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ പറ്റിയുള്ള വേദനയും കർത്താവെ മറ്റുള്ളവരെ പറ്റിയുള്ള വേദനയും ഞങ്ങളുടെ മനസ്സിലുണ്ടാകുവാൻ കീറിയ വിറക്, കണ്ണുനീരിന്റെ അനുഭവം, കുറിയലായസോ എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അടുത്തുമായി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആയിത്തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങൾക്ക് വഴിയാഹാരമായി നൽകപ്പെടുന്ന അവിടുത്തെ തിരിശരീര രക്തങ്ങൾ അഗ്നിയുടെ അനുഭവമായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു നാളും മാഞ്ഞു പോകാത്ത ദൈവത്തിന്റെ വചനം അത് ഞങ്ങളെ നിലനിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. വചനം സത്യമായി ജഡമായി ഞങ്ങളുടെ പാർത്ത ദൈവമേ, അവിടുന്ന് ഞങ്ങളോടുകൂടി ഉണ്ടാകണമേ. ഇടവകയെ അനുഗ്രഹിക്കണമേ. കടന്നു വന്ന വൈദിക ശ്രേഷ്ഠരെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പനച്ചനെ ഓർക്കുന്നു. ശിഷ്ടായ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചൈതന്യത്തോടെയും ചെയ്യുവാനിടയാകണമേ. ചെല്ലുന്ന ഈ സമൂഹത്തിന് ഇടവകയ്ക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇടവകയെ നയിക്കുന്ന അച്ഛനെ ഓർക്കുന്നു. കൃപകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ നന്നായി ഉപയോഗിക്കുവാനും നല്ലവരും വിശ്വസ്തരുമായ ദാസ എന്ന് വിളി കേൾക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. കടന്നു വന്ന് അതിൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് വലം കൈയേന്തി അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അവരുടെ കണ്ണുനീരുകളെ കാണണമേ. അവരവിടെ വന്ന് പ്രാർത്ഥിച്ച് കൈകളെ മലർത്തുമ്പോൾ അവിടെ നിന്ന് സ്വീകരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുന്നു. വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായി ഇടപെടാതെ നിന്നേക്കും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. മുമ്പ് പറഞ്ഞതുപോലെ ഈ മൂന്നാം വട്ടവും എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി, പെണ്ണിയച്ഛനോടുള്ള സ്നേഹവും നന്ദി, കടന്നു വന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി, ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇതിൻ്റെ ചുമതലക്കാർ ഏവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്നത്തെ അനുഗ്രഹീത വചന ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട ഫിലിപ്പൻ ചെറിയാനച്ഛൻ നന്ദി പ്രകാശിപ്പിക്കും. അതിനു മുമ്പ് നാളത്തെ പ്രോഗ്രാം ഓർപ്പിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച 10 മണിക്ക് ധ്യാനയോഗം. ധ്യാനം നയിക്കുന്നത് റവറൻഡ് ഫാദർ സക്രിയ മെയിനാൻ ചെറുത്തലാട്ട്.
വാകത്താനം ഞാലിയാകുഴി മാർ ബസേലിയോസ് ദേറ അംഗമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അറിയപ്പെടുന്ന നല്ലൊരു ധ്യാന ഗുരുവാണ്. അച്ഛൻ്റെ ശൈലി അച്ഛൻ്റെ പുസ്തകത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ഈ ധ്യാനയോഗത്തിൽ പരമാവധി ആളുകൾ വന്ന് സംബന്ധിക്കണം. ഒരാഴ്ച കൺവെൻഷന് വേണ്ടി, ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പിതാക്കന്മാർ മാറ്റിവെച്ചു. അതിലൊരു ദിവസം ധ്യാനയോഗത്തിന് വേണ്ടിയാണ്. അത് പ്രത്യേകമായി മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് കുറച്ച് സ്ത്രീകൾ വന്ന് പങ്കെടുക്കുമെന്നുള്ളതാണ്. ഇടവകയ്ക്ക് മൊത്തമായി നടത്തുന്ന ഒരു ധ്യാനയോഗമാണെന്ന് തിരിച്ചറിഞ്ഞു വെള്ളിയാഴ്ച നാളെ 10 മണിക്ക് എല്ലാ വിശ്വാസികളും, ഇടവകയിലെ എല്ലാ അംഗങ്ങളും, കുഞ്ഞുങ്ങളും യുവതീവാക്കളും പ്രായമുള്ളവരും സ്ത്രീ പുരുഷന്മാർ എല്ലാവരും അതിൽ സംബന്ധിക്കുകയും അത് അനുഗ്രഹപ്രദമാക്കി തീർക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന അനുഭവിക്കുവാനുള്ള അവസരവുമുണ്ട്. ഈ വചന ശുശ്രൂഷ ആ തരത്തിൽ അനുഗ്രഹമാക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാളെ പതിവ് പോലെ സന്ധ്യായോഗം, നാളെ 6 മണിക്ക് സന്ധ്യാ നമസ്കാരം, അതിനുശേഷമുള്ള ഗാന ശുശ്രൂഷ. നാളെ വചന ശുശ്രൂഷ 7 മണിക്ക് ആരംഭിക്കും. നേരത്തെ ക്രമീകരിച്ചിരുന്നത് പ്രൊഫസർ ഡോക്ടർ ജേക്കബ് കുര്യൻ ഓണാട്ട്, പ്രിൻസിപ്പൽ മാർ ബസേലിയോസ് കോളേജ് കോട്ടയം. അദ്ദേഹത്തിന് നാളെ എത്തിച്ചേരാനായിട്ട് സൗകര്യമുണ്ടെന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ബസേലിയോസ് കോളേജിലെ തന്നെ പ്രൊഫസർ ഡോക്ടർ തോമസ് കുരുവിള, മലയാളം വിഭാഗത്തിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹമായിരിക്കും നാളെ പകരം വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും നാളത്തെ ധ്യാനയോഗത്തിലും അതുപോലെ വൈകിട്ടത്തെ വചന ശുശ്രൂഷയിലും എല്ലാവരും സംബന്ധിച്ച് അത് അനുഗ്രഹപ്രദമാക്കി തീർക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ശനിയാഴ്ച നിശബ്ദ സ്തോത്ര കാഴ്ചയാണ് പതിവായി നമ്മൾ എടുക്കാറുള്ളത്. ആ തരത്തിൽ അതിനായി ഒരുങ്ങിപ്പോരണം. ഈ കൺവെൻഷൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കേണ്ടതായിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നിങ്ങൾക്കറിയാം. വചന ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല. എന്നേക്കാൾ ആ കാര്യം അറിയാവുന്നവരാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തിലേക്ക് പൊതുവിൽ ഞാൻ പറയുന്നില്ല. ആ നിശബ്ദ സ്തോത്ര കാഴ്ച ഏറ്റവും ഉചിതമായി അനുഗ്രഹകരമായി നിങ്ങൾ നിർവഹിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ പ്രകാശം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കും. ഏറ്റവും ആദരണീയരായ വൈദികരെ, പ്രിയ വിശ്വാസി സമൂഹം, 79ാമത് ചെങ്ങന്നൂർ കൺവെൻഷൻ്റെ 5ാം രാത്രി യോഗത്തിൽ അനുഗ്രഹപ്രദമായി പങ്കുകാരാകുവാനായി വലിയവനായ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് പള്ളിമുറ്റത്ത് നടക്കുന്ന കൺവെൻഷനാണ്. എന്നാൽ സെമിനാരിയിൽ പോയതിനു ശേഷം ചില നാളുകളിൽ മാത്രമേ ഉള്ളൂ ഈ കൺവെൻഷനിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാതെ പോയിട്ടുള്ളത്. എന്നാൽ വൈദികനായ ശേഷവും ഇതിൽ പങ്കുകാരനാകണം എന്നുള്ള എൻ്റെ മനസ്സിലെ ആഗ്രഹം ഈ വൈകിയ വേളയിൽ ഇന്നിവിടെ സംബന്ധിച്ച് അവിടുന്ന് സബലീകൃതമായി തീർന്നിരിക്കുകയാണ്. ഈ സന്ധ്യയെ വചന ശുശ്രൂഷ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ ദൈവവചനത്തിൻ്റെ സത്യത്തെ നമ്മോട് പ്രഘോഷിച്ചത് മലങ്കര സഭയിൽ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികരിൽ പ്രമുഖ സ്ഥാനം അർഹിക്കുന്ന ആദരണീയനായ ഇടയാടി അച്ഛനാണ്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കൺവെൻഷന് അച്ഛൻ മുൻകാലങ്ങളിൽ വന്ന് ശ്രേഷ്ഠകരമായി ദൈവവചനത്തെ ശുശ്രൂഷിച്ച് നമ്മെ അവിടുന്ന് പരിശുദ്ധാത്മ നിറവിൽ അവിടുന്ന് തൃപ്തരാക്കിയിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ഇന്നേ ദിവസവും ദൈവവചനത്തിൻ്റെ സത്യത്തെ നമ്മോട് ഉദ്ഘോഷിക്കുവാൻ
ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ അഭിഷിക്തനെ ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരുക്കത്തോടുകൂടി വിശുദ്ധാരാധനയുടെയും കൂദാശയുടെയും സ്വീകരണവും അനുഭവവും പങ്കുവയ്ക്കലും ഉണ്ടാകുവാനുള്ള ഒരു ആത്മീയ പ്രചോദനവും ശക്തിയുമാണ് നമുക്ക് ഇന്ന് ഈ സന്ധ്യയിൽ ഇവിടെ ലഭ്യമായിരിക്കുന്നത്. അനുഗ്രഹകരമായി ദൈവവചനത്തെ ശുശ്രൂഷിച്ച് നമ്മോട് പങ്കുവച്ച ഇടയാടി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടിയും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയുടെ തന്നെ ശ്രേഷ്ഠ വൈദികർ സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നമ്മോട് ഒരുമിച്ച് ഇവിടെ നിന്നായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരോടുകൂടെ ഒരുമിച്ച് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്കിടയാവുന്നത് തന്നെ ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. വ്യത്യസ്തമായ ജീവിത തലങ്ങളെ, അനുഭവങ്ങളെ സഭയോട്, ഇടവകയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും പൂർവ്വപിതാക്കന്മാരുടെ ഈ അധ്വാനത്തെ ഈ ഇടവകയിൽ, ഈ സമൂഹത്തിൽ, ദേശത്തിന് അനുഗ്രഹപരമായി നിലനിർത്തിക്കൊണ്ടു പോകുവാനുമായിട്ട് ഈ പ്രിയ വൈദിക സഹോദരങ്ങൾ അവിടുന്ന് അധ്വാനിക്കുന്നത് പലപ്പോഴും കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹിക്കുന്ന വൈദിക സഹോദരങ്ങളോടുള്ള, ശ്രേഷ്ഠരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നും, സമീപ ഇടവകളിൽ നിന്നും ധാരാളം ആളുകൾ ചെങ്ങന്നൂർ കൺവെൻഷനിൽ വന്ന് പങ്കുകാരാവുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ നിയോഗം എന്നെ ഏൽപ്പിച്ചതിൽ വികാരിയച്ഛനോട് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആശീർവാദം. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരോഗ്യം എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ കരം ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും നാം എല്ലാവരോടുകൂടിയും വചന ശുശ്രൂഷ നടത്തിയ ദൈവത്തിന്റെ ദാസനോടുകൂടിയും ഇടവക്കാരോടും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുകൂടിയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുകൂടി എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യോഗം സമാപിച്ചു.